വന്നവരുമുണ്ട്. ഇന്ന് എന്റെ ഉള്ളിനകത്ത് തന്നൊരു ചിന്ത, തെരഞ്ഞെടുക്കുവാൻ വേണ്ടി കർത്താവ് വചനം പറയുന്നത് എങ്ങനെയാണ്? ഒരു യോഗ്യതയില്ലാത്തതിനെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമുള്ള തെരഞ്ഞെടുത്തു. സഭയായി ഒരുക്കപ്പെട്ട ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിന്റെ നടുവിലാണ് ഇന്ന് ഞാൻ വചനം ശുശ്രൂഷിക്കുന്നത്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, കർത്താവേ, എന്നെ ദൈവം തെരഞ്ഞെടുത്തു. ആമേൻ. ഉറച്ചൊന്ന് പറഞ്ഞേ, എന്നെ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രസ്ഥാനമല്ല, ഒരു വ്യക്തിയല്ല, ഒരു പാസ്റ്ററല്ല, തെരഞ്ഞെടുത്ത എന്റെ മേൽ അഭിഷേകം തന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അഭിഷേകം കിട്ടിയവരെവിടെ ഇരിക്കുന്നവര്, പരിശുദ്ധി ആത്മാവിൽ നിറഞ്ഞവരെവിടെ ഇരിക്കുന്നവര്, ആത്മാവിൽ കൃപാവരങ്ങളാൽ ജ്വലിക്കുന്നവരെവിടെ ഇരിക്കുന്നവർ ഇല്ലേ? അപ്പോ തെരഞ്ഞെടുത്തു. ദൈവം അങ്ങ് വെറുതെ വിട്ടില്ല. നമ്മളെ തെരഞ്ഞെടുത്ത് ആ സെയിം പരിശുദ്ധാത്മാവിനെ, ക്രിസ്തുവിന്റെ മേൽ പകർന്ന അതേ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ, ഒരു പൈസ ചെലവില്ലാതെ, ഒരു ഹോമം നടത്താതെ, ഒരു യാഗം നടത്താതെ, ഒരു മല കയറാതെ, ഒരു വെടി പൊട്ടിക്കാതെ ഔദാര്യമായി നമ്മുടെ ഉള്ളിനകത്ത് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. ആമേ. നമ്മൾ ഒരു കാലത്ത് അന്യഭാഷയിൽ ആരാധിക്കാൻ കൊതിച്ചവരാണ് ഇല്ലേ? എന്തോ കൊതിയായിരുന്നു. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ, കർത്താവേ, എനിക്കും അത് പ്രാപിക്കണം, എനിക്കും അത് കിട്ടണം, എനിക്കും അത് പറയണം ഇല്ലേ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാ. അപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 ദിവസം ഉപവസിച്ചു. എന്തിനു വേണ്ടി? അഭിഷേകത്തിന് വേണ്ടി. അമ്മേ, എന്റെ അമ്മ പറഞ്ഞു, നീ കുഞ്ഞാ, നീ ഉപവസിക്കരുത്. എന്റെ ബ്രദർ പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പക്ഷെ 9ാമത്തെ ദിവസമായിട്ട് ഒന്നും കിട്ടിയില്ല, അഭിഷേകം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ 10ാമത്തെ ദിവസമാകുമ്പോ ഒരു ദൈവദാസൻ വന്നിട്ട് പറയുക, അഭിഷേകം പ്രാപിക്കാനുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, ആഗ്രഹമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ചാടി എഴുന്നേറ്റു. നിങ്ങൾക്ക് കേൾക്കണമോ? അപ്പോ ഉപവസിച്ചു പ്രാർത്ഥിച്ചും അതിന്റെ ഫലമായി ആ ദിവസം ആ ദൈവദാസൻ നിയോഗത്തോടെ അവൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ ദൂതുകളെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അന്ന് പറഞ്ഞൊരു ദൂത, നിന്നെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. എത്രാമത്തെ വയസ്സില്? 13ാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ ഇപ്പോ കൃപയാൽ സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്ത്. അപ്പോ അന്ന് കേട്ട ദൈവശബ്ദം, 13ാമത്തെ വയസ്സിൽ കേട്ട ദൈവശബ്ദമാ, നിന്നെ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അന്ന് രാജ്യം എന്തെന്നോ എങ്ങനെ പോകുമെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷെ അഭിഷേകം പ്രാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ ദൈവദാസൻ ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞു, നിന്നെ ദൈവത്താൽ നീ ഉപയോഗിക്കപ്പെടും, നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആമേൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യന്ത ശക്തി ആ തലത്തിലേക്ക്, അല്ലെങ്കിൽ ഇതുവരെ കാണാത്തൊരു ആത്മാവിന്റെ തലം വെളിപ്പെട്ടു. ഒരു വലിയ പ്രകാശം. എന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുന്നത്, വലിയൊരു പ്രകാശത്തിന്റെ അകത്ത് ഞാൻ ആകുവാനിടയായി തീർന്നു. ഈ പ്രകാശം മൂടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഭാഷ മാറി, പതിയെ പറഞ്ഞുകൊണ്ട്, പക്ഷേ ശബ്ദം മാറി, ആള് മാറി. അനങ്ങാതെ ഞാൻ അനങ്ങാൻ തുടങ്ങി, തുള്ളിച്ചാടാൻ തുടങ്ങി, ഒരു ബോൾ എടുത്തെറിയുന്നത് പോലെ. അങ്ങനത്തെ അനുഭവത്തിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുവാനിടയായി തീർന്നു. അപ്പോ ആഗ്രഹിച്ചത്, ചോദിച്ചത്, കരഞ്ഞത്, അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ ആരാധിക്കുമ്പോ, കർത്താവേ, എനിക്കിത് പറയണം, എനിക്കിത് കിട്ടണം, എനിക്കും ആരാധിക്കണം എന്ന് പറഞ്ഞ ഒരു അനുഭവം ഓരോരുത്തരുടെ ജീവിതത്തിനകത്തുണ്ട്, എല്ലാവരുടെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ ദൈവം നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ ഗിഫ്റ്റിനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിനകത്ത് തന്നു. പക്ഷെ ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കുന്നു, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നവരാണോ? ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് ടൈമുണ്ടോ? ആ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുവാൻ കൊതിയുണ്ടോ? ആരാധനയുണ്ട്, പാട്ടുണ്ട്, കയ്യടിയുണ്ട്, കീബോർഡുണ്ട്, എല്ലാം ഉണ്ട്. ആത്മാവില്ലാത്ത ആരാധനകളായി ആത്മീയവോളം അതമ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അകത്തളങ്ങളിൽ ആത്മാവ് ചലിക്കുന്നവർ, അവർ തുള്ളിച്ചാടുക തന്നെ ചെയ്യും, അവർ ആരാധിക്കുക തന്നെ ചെയ്യും, അവർ മൗനമായിരിക്കത്തില്ല. കാരണം ഈ ശക്തി പ്രാപിച്ച നമ്മൾ ആള് മാറും. ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലം മാറും. ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അസാധാരണ
അസാധാരണമായത് നമ്മളിലൂടെ ചെയ്തെടുക്കുക. പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് ഇന്ന് അവൻ ദൂതായിട്ട് വിളിച്ചു പറയുക, ആത്മീയ അന്തരീക്ഷങ്ങളിലേക്ക് സഭ മടങ്ങി വരട്ടെ. പ്രവചിക്കുന്നവർ എഴുന്നേക്കട്ടെ, ദൂതുകൾ വിളിച്ചു പറയുന്നവർ എഴുന്നേക്കട്ടെ. അന്ത്യകാലത്തിന്റെ ഉണർവ് ദോഹ എന്ന രാജ്യത്തിനകത്ത് ഖത്തറിൽ ഉണ്ടാകുക. സഭയെ പരിശുദ്ധാത്മ പുറത്തെടുക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? ഒതുക്കുവാൻ നോക്കുന്ന പാരമ്പര്യങ്ങളെ, തകർക്കാൻ നോക്കുന്ന വെല്ലുവിളികളെ ആത്മാവിൽ വെളിപ്പെടുത്തുന്ന സാന്നിധ്യത്തിന്റെ ശക്തിയാ കീഴ്പ്പെടുത്തുവാൻ കൃപ ലഭിച്ചവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാകണം. സാധാരണ ഒരു വിളിയല്ല നമ്മളെ കുറിച്ച്, സാധാരണ ഒരു ശുശ്രൂഷയല്ല, സാധാരണ ഒരു വെളിപ്പാടല്ല പരിശുദ്ധാത്മ കാണിക്കുന്നത്. നമ്മൾ അസാധാരണമായത് ചെയ്യുന്നവരാ. ഹല്ലേലൂയ. നമ്മൾ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. പാസ്റ്ററെ, കൈവയ്പിനാൽ സൗഖ്യങ്ങൾ വെളിപ്പെടും. രോഗികൾ തമ്മിൽ കൈവെക്കുമ്പോൾ രോഗസൗഖ്യം വെളിപ്പെടും. നോട്ടത്തിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടും. പറയുന്ന വാക്കിനകത്ത് ദൈവശക്തി വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഈ നാളുകൾ എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. എന്നെ വിളിച്ചവൻ അങ്ങാണ്, എന്നെ തെരഞ്ഞെടുത്തവൻ അങ്ങാണ്, അഭിഷേകം തന്നവൻ അങ്ങാണ്, കൃപയിൽ നിർത്തിയതങ്ങാണ്. ഇത്രത്തോളം കൊണ്ടുവന്നത് ആരാ? ഒരു പ്രസ്ഥാനമല്ല, ഒരു വ്യക്തിയല്ല, ഒരു പാരമ്പര്യമല്ല, ഒരു ഒന്നുമല്ല കർത്താവേ. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നതിന്റെ കർത്താവ് ആത്മാവിനോട് പറയാൻ പറയുന്നു, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന വ്യത്യസ്ത അഭിഷേകത്തിന്റെ തലങ്ങളിലേക്ക് ഈ നാളുകൾ കാലെടുത്തു വെക്കുവാൻ ആത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഒരു കൊതി, ഒരു ആർത്തി ഉള്ളിനകത്ത് കിടക്കുക. പരിശുദ്ധൻ വ്യക്തമായി പറയുക, ഇതൊന്നും ചെയ്താൽ എനിക്ക് പറ്റത്തില്ല, ഇനിയും എനിക്ക് കുറെ കൂടെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന, അയ്യോ എനിക്ക് അതിന് അവസരങ്ങൾ വരുന്നില്ല, പലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും വേണ്ടുന്നതുപോലെ ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളിലൊക്കെ തിരിപ്പുണ്ട്. ആത്മാ പറയുന്നു, നിങ്ങളുടെ മേൽ അസാധാരണമായത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോ. ഓ അമ്മേ, പരിശുദ്ധാത്മാ നിങ്ങളെ വിട്ടിട്ട് പോകുന്നവനല്ല. നീ നടക്കേണ്ടുന്ന വഴി ഉപദേശിക്കുന്നവൻ, നീ പോകേണ്ടുന്ന വഴിയെ നിനക്ക് കാണിച്ചു തരുന്നവൻ. ജഗനഗനകസ്തുനെ ഒരു നല്ല ഫ്രണ്ടായി, നല്ലൊരു സഖിയായി കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മാവിന്റെ ഗൈഡൻസ് പ്രാപിച്ച് ഈ നാളുകളിൽ സഭ മുമ്പോട്ട് വരട്ടെ. സവിത സുസേ ഏറ്റെടുക്ക്, നിയോഗത്തെ ഏറ്റെടുക്ക്. അത്യന്ത ശക്തിയാൽ എഴുന്നേക്കുക, ആത്മാവിൽ എഴുന്നേറ്റ് ശോഭിക്കുക. പ്രിയ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറി. ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേക, ഇരുട്ടിന്റെ കൊത്തളങ്ങളിലേക്ക് കയറുന്ന ദൈവത്തിന്റെ പ്രകാശമാകുന്ന ആ രശ്മികളെ, കിരണങ്ങളെ പോലെ ആത്മാവിന്റെ തലങ്ങളിലേക്ക് മുമ്പിലോട്ട് കയറുക. ആത്മാവ് ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ കാത്തിരുന്ന് പ്രാപിച്ച ദൈവകൃപ, തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മേൽ പരിശുദ്ധാത്മാവെന്ന ദാനം തന്നു, നമ്മളെ അസാധാരണമായ വ്യക്തിത്വങ്ങളാക്കി. പക്ഷെ ഇന്ന് നമ്മൾ ഉഴപ്പന്മാരായി, മടിയന്മാരായി, നമുക്ക് ഒന്നിനും സമയമില്ലാതെ, പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം ധ്യാനിക്കാൻ സമയമില്ല, അതുപോലെ കുറ്റം പറയുന്നവരായി, കുറവ് കണ്ടുപിടിക്കുന്നവരായി നമ്മൾ മാറരുത്. ഹല്ലേലൂയ. നിന്റെ കണ്ണ് ഇടർച്ചയാണെങ്കിൽ അതിനെ ചൂന്നെടുത്ത് കളയാന്ന വചനം പറയുന്നത്. ആമേൻ, ആമേൻ. എന്റെ കണ്ണില് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സ്വയം ഒന്ന് ശോധന ചെയ്യണം. എന്റെ കണ്ണിൽ കിടക്കുന്ന കോലിനെ വെച്ചിട്ട് ഞാൻ അപ്പുറത്തവന്റെ കണ്ണിലെ കരട് നോക്കി പോയാൽ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. കർത്താവേ, എന്റെ കുറവിനൊന്ന് ഉണർത്തി തരണമേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പലതും എന്റെ നാവിനകത്തുനിന്ന് വന്നുപോയി കർത്താവേ, എന്റെ ചിന്തയിൽ വന്നുപോയി കർത്താവേ. ഇന്ന് പകൽക്കാലം എന്നെ വിളിച്ചവന് വേണ്ടി അവസാനത്തോളം നിൽക്കുവാൻ ത്യാഗം സഹിക്കുക കൃപ നൽകണമേ. എത്ര പേർ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ആത്മീയ മരണത്തിനകത്തേക്ക് തെല്ലിടാൻ നോക്കുന്ന ചില പൈശാചിക ശക്തികളെ നോക്കിക്കൊണ്ട് പറ, അടങ്ങിയിരിക്കരുത്, മിണ്ടാതിരിക്കരുത്. വിളിച്ചവൻ ആരാ? ശക്തി തന്നവൻ ആരാ? തെരഞ്ഞെടുത്തവൻ ആരാ? ആ കർത്താവിന് വേണ്ടി ഇനിയുള്ള ജീവിതം, ഇനിയുള്ള നിമിഷങ്ങൾ അപ്പോ അങ്ങേക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്
ഈ നാളുകൾ എഴുന്നേക്കുക, സഭയോട്, ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. ആമേൻ. ഒത്തിരി പേരെ ബൈബിളിനകത്ത് കർത്താവ് തെരഞ്ഞെടുത്തു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ വലിയ 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 ആമേൻ ഭാഗങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് നടുവിൽ ഞാൻ ഒരു വ്യക്തിയെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഷൗല്. ഞാൻ പലപ്പോഴും പറയുകയും എന്റെ ജീവിതത്തോടനുബന്ധിച്ചുള്ള ചില എന്തുവാ ആ ഒരു ദൂരത്തിനകത്ത് കിടപ്പുണ്ട്. ഷൗലെന്ന് പറയുന്നവനെ ആദ്യം രാജാവായിട്ട് ദൈവം അവനെ അഭിഷേകം ചെയ്യുക. 1 ശമൂവേലിന്റെ പുസ്തകം വരുമ്പോൾ അവിടെ കിടപ്പുണ്ട് 10-ാമത്തെ അധ്യായം, 9-ാം അധ്യായവും 10-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ഗോത്രം, കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതിനെ, ഏറ്റവും ചെറുതിനെ. ഇന്ന് ചെറുതെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും എന്തുവാ, എല്ലാവരും നോക്കും, സ്റ്റാറ്റസും സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കിയ കൂട്ടത്തിൽ നിർത്തത്തുള്ളൂ. പക്ഷെ എന്റെ കർത്താവ് ചെയ്തത്, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതിനെ, ഒരു സ്റ്റാറ്റസ് പറയല്ലാത്തതിനെ, ഒരു കഴിവില്ലാത്തവരെ, ആർക്കും വേണ്ടാത്തതിനെയൊക്കെ ഉടമറകൾക്കവൻ അധ്വാനിക്കുന്നവര്, ഭാര ചുമക്കുന്നവര്, ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കുക. ആമേൻ. പള്ളിഭ്രഷ്ടരാക്കിയവരുണ്ട്, കുഷ്ഠരോഗി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരുണ്ട്. പല രോഗത്തിന്റെ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരുണ്ട്. അവരോടൊക്കെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കൽ വാ. ഇന്ന് പകൽക്കാലം അങ്ങനെ പറഞ്ഞ ഒരു കർത്താവിനെയാ നമ്മൾ ആരാധിക്കുന്നത്. ആരെങ്കിലും നമ്മളെ തള്ളിക്കളഞ്ഞോ, ആരെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തിയോ, ആരെങ്കിലും നമ്മളെ മാറ്റി നിർത്തിയോ, അനുഭവത്തിന്റെ നടുവിൽ നിന്ന് പറയുക, പരാജയപ്പെടുന്നത് മാറ്റി നിർത്തുന്നത് നന്മയ്ക്കായി തീരോ, ഒറ്റപ്പെടുത്തിയ നന്മയ്ക്കായി തീരോ, കൂട്ടത്തിൽ ചേർക്കാത്തത് നാളത്തെ നന്മയാ പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകോ. കുടുംബത്തിൽ വെച്ച് ഏറ്റവും ചെറുതിനെയോ, ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതിനെയോ തെരഞ്ഞെടുപ്പ് വീഴുക. എന്തായിട്ടാ തെരഞ്ഞെടുത്തെന്ന് അറിയാവോ? സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല. 10-1 ഇങ്ങനെ പറഞ്ഞ അവകാശത്തിന്റെ പ്രഭുവായിട്ട് അവനെ തെരഞ്ഞെടുത്തത്. ഘടകമന ശമന. ഇന്ന് ഒരു ദൂത് ഞാൻ പറയുക, എന്നെ നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമായിട്ടാ. സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല. ഘടകരകൾ ഖമന ഘടകസ്യ. നമ്മൾ രാജാവിന്റെ മക്കളാണെന്നേ. രാജാവിന്റെ മക്കളായി പുരോഹിത, അല്ലെങ്കിൽ രാജാവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന നമ്മുടെ തേജോമനായിരിക്കുന്ന പ്രിയ കർത്താവ് നമ്മെ ചേർപ്പാൻ വരുമ്പോ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, അല്ലെങ്കിൽ അവനോട് കൂടെ പറക്കുവാൻ പോകുന്ന സുദിനത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറ, കർത്താവേ, അവകാശത്തിന്റെ പ്രഭുവായി എവിടെ ഇരുത്താമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താൻ വേണ്ടിയാ. അത് വലിയൊരു വിഷയമാ. അത് പ്രസംഗിക്കാൻ സമയം പോരാ. എന്റെ ടെസ്റ്റ് മണി കൂടെ പറയണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതും കൂടെ പറയാൻ ആഗ്രഹിക്കുക. നോക്കണമേ, അവന്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ചെറിയവനെ, അല്ലെങ്കിൽ ഗോത്രങ്ങളിൽ നിന്ന് ആർക്കും വേണ്ടാത്തതിനെ ദൈവം എങ്ങനെ തെരഞ്ഞെടുത്തെന്നറിയാവോ? രാജകീയ ശുശ്രൂഷയിലേക്ക്, അല്ലെങ്കിൽ അവകാശത്തിന്റെ പ്രഭുവായി ദൈവം അവനെ തെരഞ്ഞെടുത്തു. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ പരിശുദ്ധാത്മ പറയുന്നത് ഇങ്ങനെയാ, നിങ്ങളെ രാജകീയ പുരോഹിത വർഗമായി ദൈവം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, നാം ദുഃഖിച്ചിരിക്കാനല്ല. നിങ്ങളുടെ മുമ്പിൽ വഴി അടഞ്ഞെന്ന് വന്നേക്കാം, നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞെന്ന് വന്നേക്കാം. ഒരു പത്മോസ് ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം കേക്ക്. അടകമന ഒരു ഹാഗർ നിലവിളിച്ചതിന്റെ പിന്നിൽ അവൾ ഒറ്റപ്പെട്ടു. അവളുടെ എല്ലാ ആശ്രയം അറ്റുപോയപ്പോ അവളുടെ കയ്യിൽ ഇരുന്നരുതാ തുരുത്തിയും വെള്ളവും അപ്പമൊക്കെ തീർന്ന് പ്രതീക്ഷകളെല്ലാം ഉടഞ്ഞു തകർന്നവളായിരിക്കുമ്പോ, ഒരു അനുഭവത്തിന് നടുവിൽ ആരും കാണാതെ, അയ്യോ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് കരയുന്നവൾക്ക് വേണ്ടി കരുതുന്ന കരങ്ങൾ അവിടെ വെളിപ്പെട്ട് അവിടെ കണ്ണു തുറന്ന് അസ്തമിച്ചു തീർന്നു എന്ന് പറഞ്ഞെടുത്തു നിന്ന് ഇല്ല. ഇസ്മായേലേ, നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. മരുഭൂമി പറഞ്ഞു ഇവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഹാഗറിന്റെ മകനെ ഈ മരുഭൂമിക്കകത്ത് കുഴിച്ചിടോ. ഇന്ന് രാത്രി ഈ സമയം പരിശുദ്ധെന്ന് പറയുന്നു, ചില തലമുറയോടുള്ള അനുബന്ധിച്ച് ഭാരപ്പെടുന്ന അമ്മേ, വൈഷംവരെ, മരുഭൂമിക്കകത്ത് നിന്റെ തലമുറയെ തളയ്ക്കാൻ പറ്റത്തില്ല. മരുഭൂമിക്കകത്ത് നിന്റെ തലമുറ ഒതുക്കാൻ പറ്റത്തില്ല. മരുഭൂമി പറയുന്നു ഇല്ല, ഇവൻ വെള്ളം കിട്ടാതെ ഇവിടെ മരിക്കോ. അയ്യോ, മരുഭൂമിയിൽ എവിടെയാ വെള്ളം കിട്ടുന്നത്? മരുഭൂമിയിൽ
വെള്ളം കിട്ടുന്ന കടകളില്ല, വെള്ളം കൊടുക്കുവാൻ ആരുമില്ല. ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുമോ? ഇതാ കരയുന്നവൾക്ക് വേണ്ടി ചലിച്ച ഒരു ദൈവമുണ്ട്, ഒരു സ്വർഗമുണ്ട്. നിന്റെ തലമുറ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ പരാജയപ്പെടുവാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതലുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാ, ഒറ്റപ്പെടുത്തി കൃത്യമായി സംസാരിക്കുവാൻ മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുവന്ന് എനിക്ക് പരിശുദ്ധാത്മ തരും ചില ദൂതുകളാ. ഏറ്റെടുക്ക്. നിങ്ങളുടെ പേര് വിളിച്ച് പറയുന്നതിനേക്കാൾ ഉപരിയാ അവരവർക്കുള്ള ദൂതുകൾ ഏറ്റെടുക്ക്. തലമുറയെ കുറിച്ച് സങ്കടപ്പെടണ്ട. തലമുറ വാഗ്ദത്തമുള്ളവനാ. ഏത് മരുഭൂമി അവനെ ഒതുക്കാൻ നോക്കുന്നു, അതേ മരുഭൂമിയിൽ അവൻ വില്ലാളിയായി. ഏത് മരുഭൂമി ജീവിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു, മരുഭൂമിയുടെ മാനദണ്ഡങ്ങളെ പേടിച്ചുകൊണ്ട് അവന്റെ മേലുള്ള വാഗ്ദത്തങ്ങളിലേക്ക് അവൻ കയറി വന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധിയാർമ്മ പറയുന്നു, ഇസ്മായേൽ തകർന്നു പോയില്ല. അതിന്റെ പിന്നിൽ ഒരു കരയുന്ന ഒരു ഹാഗർ ഉണ്ടായിരുന്നു. പത്മോസിൽ യോഹന്നാൻ തിരിച്ചു വരത്തില്ലെന്ന ലോകം പറഞ്ഞത്, ഇതുവരെ ലോകം കണ്ടത് പത്മോസിൽ പോയ ഒരുത്തൻ പോലും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ നീ കാണാൻ പോകുന്നത്, മേലിൽ സംഭവിപ്പാൻ പോകുന്നത്, ഇതാ ഞാൻ നിനക്ക് കാണിക്കാൻ പോകുക. 4-ാം അധ്യായം വെളിപ്പാട് ഇങ്ങനെ പറയുന്നു, അനന്തരം അവനൊരു കാഴ്ച കാണുക. സ്വർഗം തുറന്നു, സ്വർഗത്തിനൊരു വാതിൽ കണ്ടു, സ്വർഗം മുമ്പിൽ തുറന്നു. ആമേൻ. ഞാൻ ചോദിക്കട്ടെ യോഹന്നാനെ, ഇതുവരെ നീ കാണാത്തൊരു വെളിപ്പാടല്ലേ നീ കണ്ടത്? അപ്പോൾ യോഹന്നാന് പറയാൻ ആൻസർ ഉണ്ട്, ഇതുവരെ ഞാൻ കാണാത്തൊരു പത്മോസിനകത്താണ് ഞാൻ കിടക്കുന്നത്. ആരും കൂടെ പാടാനില്ല, ആരും ഗ്ലോറി പറയാനില്ല, ആരും ഒന്ന് സഹായിപ്പാനില്ല. എല്ലാവരാലും ഞാൻ മാറി നിൽക്കുമ്പോൾ ചില ഒറ്റപ്പെടലുകൾ പരിശുദ്ധ വ്യക്തമായി പറയുക. ചില ഒറ്റപ്പെടുത്തലുകൾ, വൈഡവനെ പത്മോസിന്റെ അനുഭവങ്ങൾ, ദോഷമല്ല കേട്ടോ, തിന്മയല്ല കേട്ടോ, എല്ലാ വഴികളും അടഞ്ഞെന്ന് വരാം. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, മേലാൽ സംഭവിക്കാനുള്ളത് നീ കാണണമെങ്കിൽ, അൽപ്രാന വൈഷവനെ, മേലിൽ ചിലത് സംഭവിക്കാനുണ്ടെന്ന് അത് കാണണമെങ്കിൽ നീ പത്മോസിൽ വന്നേ മതിയാകത്തുള്ളൂ. പത്മോസിൽ കൊണ്ടുവന്നത് നിന്നെ തകർക്കാനല്ലെന്ന്, നിന്നെ ഇതിനകത്ത് ഒതുക്കാനല്ല, അതിനപ്പുറം ആത്മാ ചിലരെന്നെ കാണിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇതുവരെ കാണാത്ത വെളിപ്പാട്. ഉടമന വൗഷവന റികൽക്കമനെ അൽപ്രാന വൈഷവ മേഷ്യാനോട് പരിശുദ്ധാത്മ പറയുക, പ്രവചനാത്മാവോടെ പുറത്തു വരട്ടെ. അടമന റികൽക്കമനെ, ആമേൻ. വിളിച്ച വിളി വലുതാ കേട്ടോ, ഉന്നത വിളിയാൽ വിളിച്ചു എന്ന പരിശുദ്ധാത്മ പറയുന്നത്. പലപ്പോഴും മനസ്സ് തകർന്നു പോകുന്ന അനുഭവം പോലെ, ഹാഗറിനെ പോലെ കരയുന്ന അനുഭവങ്ങളുടെ നടുവേ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, വിളിച്ച വിളി ഉന്നത വിളിയാ. ആ വിളിക്കൊത്തവണ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാ പറയുന്നു, അമ്മ ചിലതിനെ നോക്കി വരാൻ പോകുന്നത് വിളിച്ചു പറയുന്ന ഒരു ശുശ്രൂഷ. സഭയ്ക്കകത്ത് വരാൻ പോകുന്നത്, കുടുംബത്തിനകത്ത് വരാൻ പോകുന്നത്, ദേശത്ത് വരാൻ പോകുന്നത്, ആമേൻ, ചിലയിടങ്ങളിൽ സംഭവിക്കാനുള്ളതിന് പ്രാർത്ഥനാ റൂമിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു നാഥന്റെ കരം. ഒരു കാലത്ത് പ്രാപിച്ചതാ മങ്ങിക്കിടക്കുന്ന കൃപകളെ ഇന്ന് ഈശാമേ പരിശുദ്ധാത്മാവെ കലവറകളെ തുറക്കട്ടെ. പ്രവചന ശുശ്രൂഷയുടെ പുറത്തു വരട്ടെ. ചിലത് നോക്കി പ്രവചിക്കുക, തകർത്തുന്ന ചിലതിനെ കൊടഞ്ഞു കളഞ്ഞുകൊണ്ട് അനലി കടിച്ചാലും റോമിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക തന്നെ ചെയ്യ. അണലിയുടെ വ്യാപാരങ്ങൾ ഒതുക്കുന്ന പതുങ്ങിക്കിടക്കുന്ന ചില ദുഷ്ടശക്തികൾ സഭയ്ക്ക് വിരോധമായി ദേശത്തിന് വിരോധമായി വരുന്ന ജനത്തിന് വിരോധമായി ആത്മീയ ശുശ്രൂഷകൾക്ക് വിരോധമായി പതുങ്ങിക്കിടക്കുന്ന ചില അണലിയുടെ വ്യാപാരങ്ങളെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം പതുങ്ങിക്കിടക്കുന്നതിനെ വൈഡപ്രൗഢവേ എല്ലാവരെയും കടിച്ചില്ലാണല്ലേ. നിയോഗമുള്ളവനെ, പ്രാർത്ഥിക്കുന്നവനെ, അടുത്ത ശുശ്രൂഷ ഉള്ളവനെ, അടുത്ത രാജ്യത്തിലേക്ക് പോകേണ്ടവനെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആമേ ചുറ്റിയ അണലി അവൻ കുടഞ്ഞു കളഞ്ഞു. തീയുടെ ചൂട് നിമിത്തം കയറി വന്നതിനെ അവൻ തച്ചുടച്ചുകൊണ്ട് അടുത്ത ലെവലിലേക്ക് ചത്തുനീർക്കുമെന്ന് നോക്കി നിന്നവർ പറഞ്ഞു, ഇവൻ ഒരു കൊലപാതകനെന്ന് പറഞ്ഞു. ആന്റി, നിങ്ങളുടെ വിധികളെ പറഞ്ഞവരുടെ നടുവിൽ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. പലപ്പോഴും മതി ഇനി പോകാൻ വയ്യെന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി പദ്ധതി ഒരുക്കിയെടുത്തതെന്ന് നിർത്താനല്ല ദൈവത്താൽ തുടങ്ങിയത്. എത്രയോ കുത്തുവാക്കുകൾ, എത്രയോ വേദനപ്പെടുത്തുന്നത്, കൂടെ നിന്നവരും കൂട്ടത്തിൽ നിന്നവരൊക്കെ
സന്ധര് അടമന ശമന് വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചില്ലേ? ഭാരപ്പെടണ്ട, തള്ളിക്കളഞ്ഞില്ലേ? തള്ളിക്കളഞ്ഞ വിലയേറിയ മൂലക്കല്ലേക്ക് തീർത്തതുപോലെ അടമാരകനെ ശമന ജഗനെ അൽഖന സമനതരഘടകം ധുരേ അൽപ്രാര വൈഷം ധരെ എല്ലാ നാമത്തിനു മേലായ നാമം നൽകി മാനിച്ചതിന്റെ പിന്നിൽ ആത്മാവ് പറയുന്ന ഭാഗം എങ്ങനെയാ? അവൻ തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനായി സകലത്തിനും ഏറ്റുവാങ്ങിയ നിന്നകൾ ഒന്ന് പുറകിലോട്ട് നോക്കി. അതെല്ലാം എല്ലാ നാമത്തിനു മേലായ നാമം കൊടുത്ത് ആദരിക്കുവാൻ വേണ്ടി ആമൻ പിതാവ് ചിലത് ആമൻ പുത്രനോട് ചെയ്തതുപോലെ ആത്മാവ് പറയുന്നത് ദൈവത്താൽ ആമൻ ചിലത് സംഭവിക്കുന്നത് മനസ്സിലാക്കി എന്റെ സന്നിധിയിൽ മൗനമായിരുന്നു പ്രാർത്ഥനയോടെ ഇരുന്ന് കരയാൻ തയ്യാറാണെങ്കിൽ ആത്മാ പറഞ്ഞ ശുശ്രൂഷയുടെ തലങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വെളിപ്പാടുകളെ കാണുന്ന അനുഭവം പോലെ യോഹന്നാന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ കാഴ്ചകളെ കാണിച്ചു കൊടുത്തതുപോലെ സ്വർഗീയ വെളിപ്പാടിനാൽ ഇറക്കുമെന്ന് ആത്മാവ് ദൂത് കൈമാറുക. പ്രാർത്ഥനയോടെ ആയിരിക്കുക. കണ്ടോ, പത്മോസ് ഇതുവരെ കാണാത്തൊരു ദർശനം അവൻ കാണുന്നത് സ്വർഗത്തെ കുറിച്ചുള്ള ദർശനമാ. ഇന്ന് സ്വർഗത്തെ കുറിച്ച് പറയാൻ ആളില്ല, സ്വർഗത്തെ കുറിച്ചുള്ള ദർശനം നമ്മൾ കാണുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വർഗത്തെ കുറിച്ച് എന്തേലും ചിന്തയുണ്ടോ നമ്മുടെ ജീവിതത്തിനകത്ത്? ആമേ. നമ്മൾ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോവും? ഹല്ലേലൂയ. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? ഹല്ലേലൂയ. ചിന്തിക്കണം, കൈവിടപ്പെട്ടു പോകരുത്. കർത്താവിന്റെ വരവാണെങ്കിൽ കർത്താവെ ഞാൻ കാണും, ഉറപ്പ് പ്രാപിക്കുക. എന്റെ മരണമാണെങ്കിൽ അടുത്ത നിമിഷം എന്റെ അപ്പായുടെ അടുത്താന്നുള്ള ഒരു ബോധം. കർത്താവെ സ്വയം ചോദിക്കുക, കർത്താവെ ഞാൻ ഇങ്ങനെ പോയാൽ അവിടെ എത്തുമോ? കർത്താവെ എന്റെ അസൂയ, എന്റെ പിണക്കം, എന്റെ കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആമേൻ. പല ജീവിതങ്ങൾ തകർന്നുകൊണ്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമേൻ 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 ഹല്ലേലൂയ. കർത്താവേ എന്നെ നിർത്തണമേ, നിഷ്കളങ്കയാക്കി എന്നെ നിർത്തണമേ, കളങ്കമറ്റ് അല്ലെങ്കിൽ കളങ്കമില്ലാതെ എന്നെ നിർത്തണമേ എന്ന് ആമേൻ എത്ര പേർ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒന്ന് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാവ് പലപ്പോഴും പറഞ്ഞില്ലേ, മകളെ അല്ലെങ്കിൽ പേര് വിളിച്ചും അല്ലാതെയൊക്കെ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ മൗനമായിരിക്കുക. പലവട്ടം പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു, നീ ഇത് കാണാൻ പാടില്ല, നീ ഇത് പറയാൻ പാടില്ല, നീ ദൈവ പൈതല, നീ ഈ വസ്ത്രം ഇടാൻ പാടില്ല, അല്ലെങ്കിൽ നീ വഴിക്ക് പോകാൻ പാടില്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്റെ ഫ്രണ്ട്സ് അത് ശരിയല്ല. പലവട്ടം നമ്മളോട് പല കാര്യങ്ങൾ, നിന്റെ ഫോൺ വിളി ശരിയല്ല. പരിശുദ്ധാത്മാവ് വിലക്കിയില്ലേ? വിലക്കി പല പ്രാവശ്യം. അയ്യോ കുഴപ്പമില്ല, സാരമില്ല, ഇതൊക്കെ ജീവിതത്തിനകത്തുള്ളതല്ലേ എന്ന് പറഞ്ഞ് പിശാചിന്റെ ഇച്ഛകൾക്ക് നമ്മൾ താലോലിച്ച് മുന്നോട്ട് പോയാൽ നിത്യത നഷ്ടപ്പെടും. എന്റെ ഈ നിങ്ങളുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. വിളിച്ചത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനല്ല വിളിച്ചത്. എവിടെ പോകാനാ? കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് വരിക, ഒരുക്കത്തോടെ ആയിരിക്കാൻ വേണ്ടിയാ വിളിച്ചത്. വിളിച്ച സമയം പഴയ നിമിത്തം ശൗല് പരാജയപ്പെട്ടെന്നേ. ഹല്ലേലൂയ. നോക്കണം, ശൗലിന്റെ കാര്യം ഒന്ന് പഠിച്ചാൽ ശൗലിനെ എങ്ങനെയാ ദൈവം തെരഞ്ഞെടുത്തത്? രാജാവാക്കിയാ തെരഞ്ഞെടുത്തേ. എവിടെ പോകാൻ വേണ്ടി വന്നവനാ? അപ്പന്റെ കാണാതെ പോയ കഴുതയെ തേടി വന്നവനെ. ആമേൻ. അവന്റെ മേലൊരു പ്രത്യേക കോളിംഗ് വന്നപ്പോ ഇപ്പൊ നോക്കണമേ, ഇവനൊരു സിംഹാസനം, തോഴന്മാർ, പടനായകന്മാർ, മന്ത്രിമാർ, ഇല്ലേ, പരിവാരങ്ങൾ, പോകാൻ പറയുമ്പോ പോകാനും വരിക എന്ന് പറയുമ്പോ വരാനൊക്കെ ഉള്ള അത്രയും അധികാരം ഇതൊക്കെ ദൈവം കൊടുത്തു. എവിടെന്നാ കൊണ്ടുവന്നേ? കുപ്പയിൽ നിന്ന്. ആമേ. 2-ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് ഹന്നയുടെ പ്രാർത്ഥന കിടപ്പുണ്ട്. അവിടെ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാ. ആമേ. കുപ്പയിൽ നിന്ന് ഉയർത്തുകയും പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം. പിന്നെ ഇവിടെ ഇരുത്തി പ്രഭുവായിട്ട് തന്നെ ദൈവം കൊണ്ടുവന്നു. ആമേ. ദൈവം എല്ലാം കൊടുത്തു, അധികാരം കൊടുത്തു, പണം കൊടുത്തു, പദവികൾ കൊടുത്തു, വസ്ത്രം മാറി, വേഷം മാറി. ഇപ്പൊ ആരാ? രാജാവ്. പക്ഷേ ആരംഭം വളരെ സ്നേഹത്തോടെയൊക്കെ തുടങ്ങി. രാജാവ് ആകുന്നതിന് തൊട്ട് മുന്നേ 10-ാം അധ്യായത്തിനകത്താണെന്ന് തോന്നുന്നു, അവിടെ പറയുന്നു ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വരികയാ. എങ്ങനെയാ വന്നേ? ശക്തിയോടെ. ഒന്ന് ഉറച്ചു പറഞ്ഞേ. ആത്മാവ് ശക്തിയോടെ ആരുടെ മേൽ വന്നു? ശൗലിന്റെ മേൽ വന്നു. ശൗലിന്റെ മേൽ ആത്മാവ് വന്നപ്പോ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. 1, അവൻ ആളുമാറി. 2, അവൻ പ്രവചിച്ചു തുടങ്ങി. അപ്പൊ ആത്മാവ് വന്നാൽ ചിലത് സംഭവിക്കും.
സംഭവിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ ആത്മാവ് വരാത്തത് കൊണ്ടാ. ആമേ, ഇന്ന് ഈ സമയം പറ, കർത്താവേ, ആത്മാവ് ശക്തിയോടെ ശൗലിന്റെ മേൽ വന്നപ്പോൾ എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ ദൈവശക്തി? ആമേ, ഷിജുപാസെ ശക്തമായി പ്രാർത്ഥിക്കുക, ആള് മാറുന്ന രീതിയില്. നഗന്ധുനി ശമനാരികൾക്കമനെ ശക്തിയോടെ പരിശുദ്ധിയാത്മാവിന്റെ ശുശ്രൂഷകൾ ചെയ്തെടുക്കേണ്ടുന്ന ഒരു നിലവാരം മുന്നിലുണ്ട്. ആമേൻ. ആ നിലവാരങ്ങളിലേക്ക് ഈ നാളുകളിൽ പരിശുദ്ധിയാത്മാവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന ചില വ്യക്തിത്വങ്ങളും അതിന് വിരോധമായി നിൽക്കുന്ന ചില സാങ്കല്പികതകളെ തകർത്തുകൊണ്ട് പറ, പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശക്തിയാൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. ശക്തിയോടെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ആള് മാറി. ആ പാസ്റ്ററിനെ എനിക്ക് അറിയത്തില്ല, പക്ഷെ ആള് മാറുന്ന ഒരു ശുശ്രൂഷ മുന്നിലുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുക. ആള് മാറുമ്പോൾ പ്രവചിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ പരിശുദ്ധാത്മാവ് വന്നെന്നാ പറയുന്നത്. ശുശ്രൂഷയിൽ ഒരു മാറ്റം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിന്റെ വെളിപ്പാടുകളെ പരിശുദ്ധാത്മാവ് തരും. പഠിച്ചതും എഴുതി വെച്ചതും ഒന്നുമല്ല, പ്രാപിച്ചു പറയുന്ന രീതിയിലുള്ള വെളിപ്പാടിന്റെ ശുശ്രൂഷ ആത്മാവ് തരാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. ദൈവാത്മാവ് പറയുക, വലിയൊരു ശുശ്രൂഷ മുന്നിലുണ്ട്. തടസ്സങ്ങളും വെല്ലുവിളികളും പൗലൂസിനുള്ളതുപോലെ ഉണ്ട്. എതിരാളികളും പലതുണ്ട്. പക്ഷെ സബലവും വിശാലമേറിയ വാതിൽ അവന് മുമ്പേ തുറന്നു. അതുപോലെ തന്നെ വാതിലുകൾ മുമ്പിലുണ്ട്, പക്ഷെ എതിരാളികളും പ്രതികൂലങ്ങളൊക്കെ പുറകിലും മുന്നിലുമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ നടുവിലും തുറന്ന വാതിലൂടെ ദൈവത്താൽ അവൻ മുൻപിലോട്ട് പോയെങ്കിൽ അതുപോലെ തന്നെ മുന്നിലോട്ട് ഗമിക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുക. നോക്കണമേ. ശൗലിന്റെ മേലെ ആത്മാവ് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ശക്തിയോടെ പ്രവചിച്ചു, ആള് മാറി, എല്ലാം നന്നായിട്ട് മുമ്പോട്ട് പോയി. പക്ഷെ കുറെ നാള് പോയപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില സ്വഭാവങ്ങൾ പുള്ളിയുടെ ജീവിതത്തിനകത്ത് തോന്നും. ഒന്നാമതൊന്ന് അനുസരണക്കേട്. പുള്ളി എന്ത് ചെയ്തു? പദവിയും ഭയങ്കര സംഭവമൊക്കെ അവന് കിട്ടി. പക്ഷേ വചനം അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അവനെ കുറിച്ച് ദൈവം പറയുന്ന, അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. തെരഞ്ഞെടുത്തവൻ, ആത്മാവ് വന്നവൻ, അഭിഷേകം കിട്ടിയവൻ, ആള് മാറിയവൻ, പ്രവചിച്ചു തുടങ്ങിയവൻ. ആമേൻ. നോക്കണം, ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവിടെ പറയുന്നു, എന്നെ വിട്ടുമാറിയിരിക്കുന്നു. കണ്ടോ? വിട്ടുമാറാനല്ല മോനെ നിന്നെ അഭിഷേകം ചെയ്തത്. വിട്ടുമാറാനല്ല കഴുതയുടെ പുറകെ പോയ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടാരത്തിനകത്ത് സിംഹാസനകത്ത് ഇരുത്തിയത്. നീ എന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയാ. വിട്ടുമാറാതെ എത്ര പേര് ആഗ്രഹിക്കുന്നത്? വിട്ടുമാറാത്തൊരു ബന്ധം, യേശുവുമായിട്ട് ഉള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെയും നിങ്ങളെയും യേശുവിൻ്റെ കൂടെയുള്ള ബന്ധത്തിൽ നടത്തി മാറ്റുവാൻ വേണ്ടി ലോകത്തിന്റെ പല ശക്തികൾ നമുക്ക് വിരോധമായി നിൽക്കുന്നു. ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് തന്നെ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ട സമയ, വചനം ധ്യാനിക്കേണ്ട സമയ, പ്രാർത്ഥിക്കേണ്ട സമയ. പലപ്പോഴും ചാറ്റിംഗ് ചെയ്ത്, പലപ്പോഴും അത് നോക്കി, 1 രൂപയ്ക്ക് പ്രയോജനമില്ലാത്ത റീൽസ് കണ്ട്, അത് കണ്ട് ഇത് കണ്ട് മറ്റത് കണ്ട് മറിച്ചത് കണ്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുമ്പോൾ പിശാച് പറയുന്നു, നീ എന്റെ വലയ്ക്കകത്ത് കിടക്കുക. ഇന്ന് പകൽക്കാലം ഈ ടൈമിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിന്റെ നിയോഗമുള്ള ഒരു വ്യക്തിക്ക്, ഉള്ളിനകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലതിനോട് നോ പറയേണ്ടി വരും. എല്ലാത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ചിലതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ മേൽ ഭരിക്കുന്ന അഭിഷേകം, അത് വ്യത്യസ്തമാണ്. നീ വ്യത്യസ്തയാണ്, ഞാനും നിങ്ങളും വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ എന്നെയും നിങ്ങളെയും ട്രാപ്പിലാക്കുവാൻ പിശാചു വലയുമായി നിപ്പുണ്ട്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കോ. ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടം. അതിനുവേണ്ടി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ലഭിച്ച പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയൊരു കണക്ഷൻ. പരിശുദ്ധാത്മാവായിട്ട് സംസാരിച്ചോ? പരിശുദ്ധാത്മാവായിട്ട് മിണ്ടിയിട്ട് എത്ര ദിവസമായി? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചോ? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനാണോ ഞാൻ പോകുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനാണോ ഞാൻ സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതാണോ ഞാൻ കാണുന്നത്? നമ്മൾ കാണുന്ന കാഴ്ചകൾ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതാണോ? ചിന്തിച്ചിട്ടുണ്ടോ? ആമേൻ. ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇങ്ങനെ നിരത്തുമ്പോ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരാം.
വചനം വായിക്കാൻ സമയമുണ്ടോ? പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? മുഴങ്കാൽ ഇരുന്നല്ലേ? ഇല്ലേ റൂബിയാൻറ്റി? മുട്ടയിലിരുന്ന വ്യക്തിയാ. ഹല്ലേലൂയ. കരഞ്ഞ വ്യക്തിയാ. ആമേൻ. കണ്ണീരോടെ പ്രാർത്ഥിച്ച വ്യക്തിയാ. ഹല്ലേലൂയ. നാളുകളിൽ പഴയ പ്രാർത്ഥനയിലേക്ക് കയറുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുക. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കരഞ്ഞ കരച്ചില് പരിശുദ്ധാത്മാവ് കാണുകയാ. ആമേൻ. കരഞ്ഞു പ്രാർത്ഥിച്ച കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് മറന്നുപോകാത്തൊരു ദൈവത്തെയാ സേവിക്കുന്നത്. ആ കണ്ണുനീരും പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ ആത്മാവ് ദൂത് കൈമാറുക. അവിടെ പറഞ്ഞ നിർത്തുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഈ ദൂത് തന്നെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ശൗല് ദൈവാത്മാവിനെ വിട്ടുമാറി. ഹല്ലേലൂയ. എന്താ ഒരു ഭാഗം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അമാലേക്കിനെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ അമാലേക്കിനെ വെട്ടാൻ വേണ്ടിയാ ദൈവം അവനോട് പറഞ്ഞത്. ഹല്ലേലൂയ. അമാലേക്ക് രാജാവായിരിക്കുന്ന ആഹാഗ് എന്ന് പറയുന്ന രാജാവുണ്ട്. ആമേ. രാജാവിനെ നിർമൂലമാക്കാൻ വേണ്ടി പരിശുദ്ധ ദൈവം പറഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ കിട്ടിയ ആ അല്ലെങ്കിൽ ആ വ്യക്തിയെ, ഏതാ അമാലേക്ക് ശക്തി? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം മുതലേ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആമേ. ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന ശക്തി, ബലഹീനമായതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് അപകടപ്പെടുത്തുന്ന ശക്തി, വഴി നിൽക്കുന്ന ശക്തി, മുമ്പോട്ട് വിടാത്ത ശക്തി, അമാലേക്ക് ശക്തി, ഇസ്രായേൽ ജനത്തെ തളർത്തുന്ന ശക്തി. ആ ശക്തിയെ വെട്ടാൻ വേണ്ടിയ കൊട്ടാരത്തിൽ, അല്ലെങ്കിൽ അഭിഷേകം ചെയ്തത്, ആള് മാറി അവനെ മറ്റൊരു തലത്തിലാക്കിയത്, അവന്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഭീഷണിയായിരുന്ന ആഹാഗ് അല്ലെങ്കിൽ അമാലേഖ്യരെ തകർക്കാൻ വേണ്ടിയാ ദൈവം അവനെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ എന്താണോ ദൈവം പറഞ്ഞത് അത് പുള്ളിക്കാരൻ ചെയ്തില്ല. പുള്ളിയുടെ ഇഷ്ടത്തിന് പുള്ളി പോയി. നോക്കണമേ, ശൗലേ, എന്താ പറ്റിയ നിനക്ക്? ആമേൻ. അവിടെ ഉള്ള ഒന്നും നീ എടുക്കരുത്, എല്ലാத்தைയും നിർമൂലമാക്കാൻ പറഞ്ഞപ്പോ അവൻ അതനുസരിക്കാതെ അവന് ഇഷ്ടമുള്ള കന്നുകാലികളെയും മൃഗങ്ങളെയും തടിപ്പിച്ച് എല്ലാത്തെയും അവൻ എന്ത് ചെയ്തു? കൊല്ലാൻ പറഞ്ഞപ്പോ അതിനെ എല്ലാം രക്ഷിച്ച് ഇങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് ദൈവത്തിന് യാഗം കഴിക്കാമെന്ന് കൂടെ പറഞ്ഞു. ഇതൊക്കെ നോക്കണമേ, അവിടെ ദൈവത്തെ വിട്ടുമാറി, ദൈവ കൽപ്പനയെ വിട്ടുമാറി, ദൈവ ഇഷ്ടത്തെ വിട്ടുമാറി. ദൈവം പറഞ്ഞത് പിന്നെ കേൾക്കാൻ സമയമില്ല. കൊട്ടാരം കിട്ടി, എല്ലാ സംഭവങ്ങളും കിട്ടി. ആമേ. അന്ന് ആ ശൗൽ അങ്ങനെ ചെയ്ത്, ഇന്ന് നമ്മള് അതാ ചെയ്യുന്നത്. ആമേ. നമ്മൾ ദൈവം പ്രഭുക്കന്മാരുടെ നടുവിൽ ദൈവം നമ്മൾ നിർത്തി, കുപ്പയിൽ നമ്മളെ ഉയർത്തി, ചോദിച്ചത് നനച്ചിൽ അത്യന്തപരമായി ദൈവം നമുക്ക് തന്നു. നല്ലൊരു വീടിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു, ഇല്ലേ? ആമേ. ചാണകം മെഴുകിയ തറയിൽ നിന്ന് ടേൽസ് ഇട്ട നല്ല മാർബിൾ അതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ ദൈവം ഇട്ട വീട്ടിൽ പാർക്കാൻ ദൈവം കൃപ നൽകി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? വിശപ്പിന്റെ ആധിക്യം കൊണ്ട് കരഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇന്ന് നോക്കിയേ, വസ്ത്രത്തിന് വസ്ത്രം, എന്ത് ആഹാരം വേണേലും വെച്ച് കഴിക്കാനും മേടിച്ചു കഴിക്കാനും ദൈവം നമ്മുടെ സ്ഥിതിയൊക്കെ മാറ്റി. എല്ലാം ദൈവം നമുക്ക് തന്നു. ചോദിച്ചതിലൊക്കെ അപ്പുറമായിട്ടാ ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്. ഒരു ചെപ്പൽ ഇടാനില്ലാത്ത കാലം നമുക്കുണ്ടായിരുന്നു, ഇല്ലേ? പണ്ടത്തെ ചെപ്പൽ സിൽപ്പർ ചെരുപ്പാൻ, ഇല്ലേ? ഓർമ്മയുണ്ടോ? പഠിക്കുന്ന കാലത്ത് അത് ഇങ്ങനെ ഉപ്പിറ്റ് വരുന്ന ഭാഗം എന്ത് റൗണ്ടിന് കീറിപ്പോയാലും പിന്നെയും അതൊക്കെ ഇട്ടുകൊണ്ട് പോയത് ഒരു കാലമുണ്ട്. ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ കീറി ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകും. ഇന്ന് ദൈവം നമ്മളെ സ്ഥിതിയൊക്കെ മാറ്റി, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ സ്ഥിതി മാറ്റിയപ്പോൾ ശൗലിനെ പോലെ ആയിപ്പോയി, വിട്ടുപോയി, ദൈവത്തെ വിട്ടുമാറി. ആരെക്കുറിച്ചാ പറയുന്നേ? ആമേ. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് എവിടെയൊക്കെയോ വിട്ടുമാറി, ബന്ധങ്ങളിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് നമ്മളെ പുറകിലോട്ട് വലിച്ച്. ഇന്ന് രാത്രി ഈ ടൈമിൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുമാറാതെ അടുത്തു നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് സഭയെ വലിയൊരു ദൈവ ആത്മാവിന്റെ നിയന്ത്രണത്തിലാക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അവിടെ കടന്നു വന്നിരുന്നവർക്ക് അനുഗ്രഹമായി കേട്ട് 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 ആൾക്കാർ വരുന്നത് പോലെ, ഇന്ന ദേശത്ത് ഇന്ന ഇടത്തൊരു സഭയുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന രീതിയിൽ സഭയുടെ വളർച്ചയുടെ ഘട്ടമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ആമേൻ. നിഗമാന ഹന്തൽഖന ജനാദിയ. സഭയുടെ ഒരു പരിധിക്കപ്പുറം വളരാൻ അനുവദിക്കാത്ത ചില വ്യാപാരങ്ങൾ, വരുന്ന ജനങ്ങളെ ഒരു കാരണമില്ലാതെ ശിഥിലിക്കുന്ന ചില വ്യാപാരങ്ങൾ, ആൽഖന ശമന റികൽഖനെ, ഒരു മനസ്സിനെ ഐക്യതയെ നഷ്ടപ്പെടുത്തുന്ന ചില വ്യാപാരങ്ങൾ. അതിന് നടുവിൽ ഈ നാളുകളിൽ റികാൻ
ഹസ്തുന ജനാതി ഭൗഷം ധന വിട്ടുമാറാതെ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരു മനസ്സോടെ സഭ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് പറയുന്നു, സഭയെ ഞാൻ പണിയോ, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ആമേ. പാതാള ഗോപുരം ഇല്ലെന്നല്ല, പാതാള ഗോപുരങ്ങൾ ഉണ്ട്. പക്ഷെ ഗോപുരം എത്ര ഉയർന്നു നിന്നാലും സഭയെ പണിയുന്നത് പത്രോസ് അല്ല, സഭയെ പണിയുന്നത് പൗലൂസ് അല്ല, സഭയെ പണിയുന്നത് സ്തേഫാനോസ് അല്ല, സഭയെ പണിയുന്നത് യോഹന്നാനല്ല, സഭയെ പണിയുന്നത് കർത്താവാ. ഞാൻ എന്റെ സഭയെ പണിയും. പണി മറ്റാർക്കും കൊടുത്തില്ല. നോഗ പെട്ടകം പണിതു, ശരി തന്നെ, പെട്ടകം പണിതു, പ്രസംഗിച്ചു, ഓക്കെ. പക്ഷെ പെട്ടകം പണിയാനേ അവനോട് പറഞ്ഞുള്ളൂ, വാതിലടയ്ക്കാൻ പറഞ്ഞില്ല. അവൻ പ്രസംഗിക്കാൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടു. പക്ഷേ സഭയുടെ പണി നോഹയ്ക്ക് കൊടുത്തില്ല, സഭയുടെ പണി ആദാമിന് കൊടുത്തില്ല, സഭയുടെ പണി കർത്താവ് തന്നെ ഏറ്റെടുത്ത്. എന്തേ കർത്താവെ അങ്ങ് ഏറ്റെടുക്കാൻ കാരണം? അയ്യോ, ഇവരൊക്കെ പണിത പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെടുവാൻ അനുവദിക്കാതെ പണി ഏറ്റെടുത്തത് എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൂത് ഇങ്ങനെയാ, സഭയെ പണിയാൻ എന്തിനാ കർത്താവെ അങ്ങ് തന്നെ ദൗത്യം ഏറ്റെടുത്തത്? അപ്പൻ എന്നോട് പറഞ്ഞ, മോളെ ചങ്കിലെ ചോര കൊടുത്ത സഭയെ ഞാൻ സമ്പാദിച്ചത്. കേട്ടോ, ചുമ്മാതല്ല, ഇന്നലെ ഇങ്ങ് മുളച്ചു വന്നതല്ല. സഭയൊക്കെ അമ്മേ നല്ല വചനം എങ്ങനെ സഭയിൽ അല്ലെങ്കിൽ സഭയെ നേടിയതിന്റെ പിന്നിൽ ചോര കൊടുത്തന്ന് അവസാന തുള്ളി വരെ കൊടുത്തിട്ട സഭയെ നേടിയത്. സഭയുടെ സമ്പാദ്യം അല്ലെങ്കിൽ സഭയുടെ ഹല്ലേലൂയ, ആമേൻ 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 ആമേൻ, ഓരോ രക്തത്തുള്ളികൾക്കും വിലയുണ്ടെന്ന്. സഭയെ സമ്പാദിച്ചതിന്റെ പിന്നിൽ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പേ പ്രാണൻ പിടഞ്ഞു മരിക്കുന്നുണ്ട് കർത്താവ്. കർത്താവ് അവസാന തുള്ളി വരെ കൊടുത്തിട്ട സഭയെ സമ്പാദിച്ചത്. സഭയ്ക്കകത്ത് കളി പാടില്ല, സഭയ്ക്കകത്ത് ഗുണ്ടായിസം പാടില്ല, പക്ഷം പാടില്ല. സഭ ഒറ്റ മനസ്സോടെ ആത്മാവിൽ നിയന്ത്രിതമായി ആത്മാവിൽ നയിക്കുന്നവരായി സഭ തീരട്ടെ. അനന്യാസുമാരും സഫീറമാരും ഉള്ള സഭയ്ക്കകത്ത് ആത്മപൂർണനായ പത്രോസ് വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യം ഇങ്ങനെയാ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. പത്രോസ് ചോദിക്കുക, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. സഭ വളരും, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഇവിടെ നോക്കണമേ, ശൗൽ ദൈവത്തെ വിട്ടുമാറി, പക്ഷേ വിട്ടുമാറാതെ ആയിരിക്കുവാൻ വേണ്ടിയാ ദൈവം അവനെ തെരഞ്ഞെടുത്തത്. അത് മനസ്സിലാക്കാൻ കഴിയാതെ അവന്റെ ഇഷ്ടത്തിന് പോയി പരാജയപ്പെട്ടു. ആ ക്യാപിറ്റനെ അടുത്തൊരുവനെ ദൈവം തിരഞ്ഞെടുക്കുക. അവന്റെ പേര് ദാവീദ്. ദാവീദിനെ കുറിച്ച് അറിയാത്ത ആരും തന്നെ ഇല്ല, എല്ലാവർക്കും ദാവീദിനെ അറിയാം. പക്ഷേ വിട്ടുമാറിയപ്പോൾ അവനെ വിട്ട് പരിശുദ്ധാത്മാവ് പോയി. മനസ്സിലാകുന്നുണ്ടോ? ശൗല് പ്രവചിച്ചു, ശക്തിയോട് ആത്മാവെന്ന ആള് മാറി. അതേ പരിശുദ്ധാത്മാവ് ദൈവത്തെ അവൻ വിട്ടുമാറിയപ്പോൾ അവനെ വിട്ടു പരിശുദ്ധാത്മാവ് പോയി. ദൂതിങ്ങനെയാ. ദൈവസന്നിധി നമ്മൾ നേരോടെ നിന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിനകത്തുനിന്ന് പോകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇരിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന സ്ഥലം അവിടെ കാലിയായി കിടക്കുമ്പോൾ അവിടെ ഒരു ആത്മാവ് കയറും. അവന്റെ പേരാ ദുരാത്മാവ്. ഹല്ലേലൂയ. ദുരാത്മാവും പ്രവചിക്കും, ദുരാത്മാവും ദൂത് പറയും, ദുരാത്മാവും നല്ല അന്യഭാഷ പറയും, തുള്ളിച്ചാടിയൊക്കെ ആരാധിക്കുക. പക്ഷെ ഏതാത്മാവാണെന്ന് വിവേചിക്കുന്നത് സഭയ്ക്കകത്തൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു തലമ. അത് ആത്മാവ് വിവേചിക്കണം. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവർ 9 മണിയാ സമയം തന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ആരാധന അങ്ങ് ഏകദേശം 10:30 അവിടെ മീറ്റിംഗ് തീർന്നപ്പോൾ അവർ പാട്ടുപാടി അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു. അതിന്റെ നടുവില് ഭയങ്കര ആരാധനയായിരുന്നു. ഒരാന്റി നന്നായിട്ട് അന്യഭാഷ പറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിനകത്തൊരു ചിന്ത തന്ന് ആന്റിയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആന്റിയുടെ അടുത്ത് ചെന്ന് നിന്നതേ ഉള്ളൂ. പെട്ടെന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ആന്റി കണ്ണു തുറന്നു. ഭയങ്കര ആരാധനയായിരുന്നു. കണ്ണു തുറന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. ആ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അകത്താരായിരിക്കുന്നെന്ന്. ഇങ്ങനെ നോക്കുമ്പോ ഞാൻ അന്യഭാഷയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ആന്റി മുടി കെട്ടി വെച്ചിരുന്ന സ്ലൈഡിനെയൊക്കെ എടുത്തെറിഞ്ഞിട്ട് ആടാൻ തുടങ്ങി. നാക്കൊക്കെ വെളിയിലോട്ട് തള്ളിയിട്ട് പറഞ്ഞു, ഞാൻ ആറ്റുകാല അമ്മയാണെന്നും പറഞ്ഞ്. എവിടെ ഇരിക്കുന്നേ? സഭയ്ക്കകത്തിരിക്കുക.
എന്നിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെ, ഞാൻ എത്ര വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്നെന്ന് അറിയാവോ? എത്ര വലിയ പാസ്റ്റർമാർ വന്നു, പ്രവാചകന്മാർ വന്നു, ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അന്യഭാഷ പറയും, ആരാധിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അകത്ത് നമുക്കൊരു വിവേചനം വരെ ഉണ്ടായിരിക്കുന്നത് ഏതാത്മാവാ. എല്ലാം പ്രസംഗമല്ല, എല്ലാം അഭിഷേകമല്ല, എല്ലാം നല്ലതല്ല. എല്ലാത്തിന്റെ മുമ്പ് ചെന്ന് തല കുമ്പിട്ട് നിന്നു കൊടുക്കരുത്, ബന്ധിക്കപ്പെടോ. നമ്മുടെ തലയിൽ കൈവച്ചിട്ട് നമ്മൾ തന്നെ പറ, കർത്താവേ നിന്റെ വചനപ്രകാരം ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ഇന്നത്തെ കാലം വല്ലാത്ത കാലമാ. കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ദുർമന്ത്രവാദത്തിൽ അടുത്ത് പോയിട്ട് പല കാര്യങ്ങൾ, അതൊന്നും ഞാൻ ലൈവാണല്ലോ, അതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. മനുഷ്യർ പലതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൈവത്തിനെ വിട്ടുമാറാതെ ദൈവസ്ഥലിലേക്ക് അടുത്തിരുന്ന് നോക്കിയിട്ട് ദുരാത്മാവുമാർ അവന്റെ മേൽ കയറുന്നു. അടുത്തൊരുവനെ ദൈവം കൊണ്ടുവരുന്നു. ആടിന്റെ പിറകെ പോയവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടോ? വലിയ ഉദ്യോഗത്തിലും വലിയ കസേരയിൽ ഇരിക്കുന്നവനെയൊന്നുമല്ല, സാധാരണക്കാരനെ ദൈവം തെരഞ്ഞെടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പ് ആരെ? ഹല്ലേലൂയ, ദാവീദ്. അവൻ ആടിന്റെ പുറകെ പോയവനാ. പുതിയ നിയമത്തിന് മത്സ്യത്തിന്റെ പുറകെ പോയ ഒരുവനുണ്ട്, പത്രോസ്. അവന് ദൈവം തെരഞ്ഞെടുത്തു. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്താൻ സമയമായെന്ന് തോന്നുന്നു. പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ആരെയാ തെരഞ്ഞെടുത്തത്? ഭോഷത്വമുള്ളതിനെ, ആർക്കും വേണ്ടാത്തതിനെ, ഒന്നുമില്ലാത്തതിനെ, ഹീനമായതിനെ, ബലഹീനമായതിനെ, ഒരു 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 ശ്രേഷ്ഠതയും പറയാനില്ലാത്തതിനെ, ആർക്കും വേണ്ടാത്തതിനെ. ഹല്ലേലൂയ. ദാവീദേ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ എന്താ ശ്രേഷ്ഠത? അവൻ പറയോ, വീട്ടുകാർക്ക് എന്നെ വേണ്ട, അപ്പനും അമ്മയും എനിക്ക് വേണ്ട, അപ്പനും അമ്മയ്ക്കും എന്നെ വേണ്ട, എന്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ട, ഒരു ഉപയോഗമില്ലാത്തവനെ എഴുതി തള്ളിയ അവന്റെ ദൈവം എന്നെ എത്രത്തോളം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ ജോലി നോക്കാമെങ്കിൽ അവൻ ആട് മേയ്ക്കുന്നവനാ. അവന് പഠിത്തമുണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നോക്കണമേ, ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവന്നു. പത്രോസിനോട് ചോദിച്ചേ, പത്രോസേ, യേശുവിന്റെ ശിഷ്യനായി നീ തീർന്നല്ലോ. അവൻ പറയും, കാലി വലയുമായി ഗലീലക്കടലിന്റെ തീരത്ത് ഞാൻ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വലവീശി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോ എന്നെ തേടി വന്നൊരു നാഥനുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ശൂന്യതയുടെ പടകിൽ എല്ലാം ഉള്ളവനെ എല്ലാവർക്കും വേണ്ടത്. കാറുണ്ടെങ്കിൽ, വീടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ ആളുണ്ട്. ഒന്നുമില്ലാത്തവനെ ആർക്കും വേണ്ട. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവനെ ഒറ്റപ്പെടുത്തുന്ന കാലഘട്ടത്തിനടുവേ പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, എടാ, എല്ലാം ഉള്ളവന്റെ അടുക്കല യേശു പോയതല്ല, ഒന്നുമില്ലാത്ത പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ടോ? അയ്യോ, രാജ്യം വിദേശത്തല്ലയോ, അല്ലെങ്കിൽ ദോഹയിലല്ലേ, അല്ലെങ്കിൽ ഖത്തറിലല്ലോ, അല്ലെങ്കിൽ അവിടെയല്ലോ, ഇവിടെയല്ലോ, പക്ഷെ നോക്കാമെങ്കിൽ ശൂന്യമാ. ഹല്ലേലൂയ. നാളെ എങ്ങനെയാ ജീവിക്കുമെന്നറിയോ, എന്താ ചെയ്യുമെന്നൊന്നും ഒരു പിടുത്തമില്ലാതിരിക്കുന്നതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ആത്മാ പറയുന്നു, കാലിവലയും വള്ളവുമായി അധ്വാനിക്കുന്നുണ്ട്, ജോലിയുണ്ട്, പക്ഷെ പോക്കറ്റ് കാലിയാ. ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല, പല കാര്യങ്ങളുണ്ട്, പലതും ചെയ്യാൻ നിവർത്തിയില്ലാതെ തകർന്നിരിക്കുന്ന പത്രോസിന്റെ പടകിലേക്ക് യേശു കയറുമ്പോൾ പത്രോസ് കൺട്രോൾ മുഴുവൻ യേശുവിന് വിട്ടുകൊടുത്തു. എന്റെ പടകിനകത്ത് നീ കേറിക്കോ. കേറിട്ട് യേശു ഒരു ഡയലോഗ് പറയാം, അല്ലെങ്കിൽ യേശു ഒരു കാര്യം പറയാം, മോനെ, ആഴത്തിലേക്ക് വല ഇറക്കടാ. നമ്മളെങ്കിൽ പറയും, എന്താ ഇത്രയും നേരം ഞാൻ അവിടെയല്ലേ വല ഇറക്കിയത്, ഇങ്ങേർക്ക് എന്തെങ്കിലും അറിയാവോ കടലിനെ കുറിച്ച്? ആശാരിപ്പണിയല്ലേ താൻ പഠിച്ചിട്ടുള്ളത്, തന്റെ പണി താൻ നോക്കിക്കേ. എന്റെ പടകിൽ കയറിയിട്ടും വലിയ ഡയറക്ഷൻ വിടുന്നു, പോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തതിനെ ആട്ടിക്കളഞ്ഞത്. പക്ഷെ പത്രോസ് ആട്ടിക്കളഞ്ഞില്ല. പത്രോസ് വാക്കിനൊത്തവണ്ണം അവൻ വല ഇറക്കി. അവിടെ നോക്കണമേ, നാഥാ, അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞ് അവൻ കരയുക, കാൽക്കൽ വീഴുക. അപ്പോഴാ ദൂത് പറഞ്ഞ്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്ക്, എന്റെ പിന്നാലെ പോരാൻ പറയുമ്പോ വള്ളവും വലയും ജോലി എല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ പോകുന്നു. മുക്കുവനായിരുന്നവൻ ശിഷ്യനായിരുന്നവൻ അപ്പോസ്തലനായി. നോക്കണമേ, പൊസിഷൻ മാറുന്നുണ്ടോ? അടമനവശമനാധികൾക്കമനെ അവൻ പരിശുദ്ധ പൂർണ്ണനായി. മർക്കോസിന്റെ മാളിക റൂമിനകത്ത് 120 പേരുടെ കൂട്ടത്തിൽ 119 പേര് ഇരിക്കുമ്പോൾ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു, മനുഷ്യനെ പിടിക്കാൻ വേണ്ടി. ആത്മാവ് നിങ്ങളോട് പറയും, നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടോ ആന്റി, യശി ആന്റി, അല്ലെങ്കിൽ ഒമന ആന്റി, ദൂത് പറഞ്ഞിട്ടുണ്ടോ? നിവർത്തിയാകുമോ? പ്രിയ സഹോദരനെ, നിങ്ങളൊരു ദൂത് പറഞ്ഞിട്ടുണ്ടോ? ദൈവം അത് നിവർത്തിയാക്കും കേട്ടോ.
എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ ബ്രദറെ. അമീറിനി ബ്രദറെ, ഭാരപ്പെടേണ്ട. പത്രോസിന്റെ വലയെ നിറച്ചൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് അകത്തലങ്ങളിൽ നിരാശ കൊണ്ട് നിറയപ്പെട്ട അനുഭവമായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മ പറയും, നിരാശയെ മാറ്റി സന്തോഷം നൽകുവാൻ എന്റെ കർത്താവ് അടുക്കൽ വരികയാ. പത്രോസ് അങ്ങോട്ട് പോയതല്ല, പത്രോസിനെ തേടി വന്ന ദൈവം. നോക്കണമേ, അവന് പരിശുദ്ധി ആത്മാവ് പൂർണ്ണനായി. പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാൻ പറഞ്ഞപ്പോ അവന്റെ നാവിന്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തിയാൽ മുടന്നു പിടിച്ച് ഒരു ഭാഗത്ത് 42 വയസ്സിലധികം പ്രായമുള്ളവൻ അവിടെ ഇരിക്കുക. ആലയത്തിനകത്ത് അവനെ കയറുവാൻ അനുവദിക്കാതെ മുടന്തു പിടിച്ചിരിക്കുക. പക്ഷെ മുടന്തിനെ മാറ്റുവാൻ ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, ആത്മീയ മുരട് മാറ്റുവാൻ, അല്ലെങ്കിൽ കുരുട് മാറ്റുവാൻ, ആത്മീയ മുടന്തു മാറ്റുവാൻ ആത്മാവിന് പത്രോസിനെ പോലെ നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ട്. അവൻ വാക്കിന്റെ മേൽ ശക്തി പകർന്നപ്പോ നരിയാണി ഉറച്ചു. അവനെ ബന്ധിച്ചിരുന്ന രോഗം അഴിഞ്ഞു മാറി. അവൻ ആലയത്തിലേക്ക് പ്രവേശിച്ചു. ചിലരെ ആലയത്തിലേക്ക് കൊണ്ടുവരുക, ചിലരോട് സുവിശേഷം പറയുക, ചിലരോട് കർത്താവിനെ കുറിച്ച് പറയുക. നിങ്ങളുടെ നാവിന്റെ മേൽ ദൈവം അധികാരം തരിക. ഏറ്റെടുക്ക്. പുറത്തിരിക്കുന്നതിനെ അകത്തു കൊണ്ടുവരുക. പത്രോസിനെ ഉപയോഗിച്ചു. തീർന്നില്ല അവന്റെ ശുശ്രൂഷ. യേശുവിന്റെ കൂടെ നടന്നവനെ, ആമേൻ, തള്ളിപ്പറഞ്ഞവനെ, ആമേൻ, ആമേൻ, നമുക്ക് പറയാം, അയ്യോ, അവന്റെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോ നിഴലിന്റെ മേൽ ശക്തി വെളിപ്പെട്ടു. പോകുന്ന ഇരുവശങ്ങളിലും രോഗികളെ കൊണ്ട് കടത്തുവാനിടയായി തീർന്നു. എത്ര പേർ ആഗ്രഹിക്കുക. അത് പത്രോസിന്റെ കാലത്തല്ലേ അത് ചെയ്തത്, അല്ലെങ്കിൽ അത് അപ്പോസ്തല പ്രവൃത്തിയിലല്ലേ ചെയ്തത്. ആമേൻ, വിശ്വസിച്ച നിങ്ങളിലൂടെ, സിസ്റ്ററെ, നിങ്ങളിലൂടെ, ആമേൻ, നിങ്ങൾ ഓരോരുത്തരുടെ നടുവിൽ പരിശുദ്ധാത്മ വലിയവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ അതിനു വേണ്ടി സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ദുഃഖിപ്പിക്കാതെ മുമ്പോട്ടിലോട്ട് പോവുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ജസ്റ്റ് എന്റെ ടെസ്റ്റിമണി പറയാൻ ആഗ്രഹിക്കുന്നു. അമ്മയിൽ നിന്റെ ജീവിതത്തിന്റെ അനുഭവം തിരഞ്ഞെടുക്കുവാൻ കുടുംബത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞു, ഒരു യോഗ്യതയുമില്ല, ഒരു കഴിവുമില്ല. ആമേൻ, 3 മുഴുക്കുടിയന്മാരുള്ള ഒരു ഭവനത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെടുവാനിടയായി തീർന്നു. പപ്പ തികഞ്ഞ മദ്യപാനി, പപ്പയുടെ പപ്പ മദ്യപാനി, പപ്പയ്ക്ക് ഒരു ബ്രദറുണ്ട്, ബ്രദറും മദ്യപാനി. 3 മദ്യപാനികൾ ഒരുമിച്ച് കുടിച്ചുകൊണ്ട് മദ്യപിച്ച് കടന്നു വന്നൊരു വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിനകത്ത് തുപ്പിയിടും, അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചു വെക്കും. അങ്ങനത്തെ കാലഘട്ടം. എൻ്റെ വീട്ടിനകത്ത് സമാധാനത്തിന് വേണ്ടി മന്ത്രവാദം ചെയ്തു. എൻ്റെ പപ്പ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പപ്പ കിടന്നുറങ്ങുന്നത് കല്ലറയിലായിരുന്നു. എല്ലാവർക്കും വെക്കുന്ന ഭക്ഷണം ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിച്ചിട്ട് തികയത്തില്ല. രാത്രി വലിയ പുട്ട് പുഴുങ്ങി കൊടുക്കും. അതൊക്കെ കഴിച്ചുകൊണ്ട് കല്ലറയിൽ പോയി കിടന്നുറങ്ങുന്നു. വീട്ടിൽ കിടക്കത്തില്ല. ഈ വണ്ണമുള്ള മരങ്ങളെയൊക്കെ ഇടത് കൈകൊണ്ട് പിഴുത് ചകിരി പിന്നുന്നതുപോലെ ഇങ്ങനെ പിന്നിപ്പിറക്കി വെക്കുക. അമ്മയ്ക്ക് സമാധാനം കൊടുത്തിട്ടില്ല. അമ്മ വളരെ പ്രതീക്ഷയോട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷെ 3 മദ്യപാനികളുടെ വീട്ടില് അടി ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സഹിക്കുവാൻ കഴിയാതെ പലവട്ടം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച അമ്മയാ. വേഗത്തിൽ ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ഭാഗത്തേക്ക് വരാൻ കാരണമായത് കേവലം 2 സഹോദരിമാരായിരുന്നു. എനിക്കൊരു ബ്രദറുണ്ട്. അവനെ അമ്മ 8.5 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പപ്പ മദ്യപിച്ചിട്ട് കടന്നു വന്നു എൻ്റെ അമ്മയെ മൃഗീയമായി ഉപദ്രവിക്കുവാൻ ഇടയായി തീർന്നു. പപ്പയുടെ ഒരു ദുശീലം എന്ന് പറയുന്നത് മണ്ണെണ്ണ വിളക്ക്, കത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വിളക്കിനെ മുഖത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ച് സംസാരിക്കുക. അങ്ങനെ അന്ന് മണ്ണെണ്ണ വിളക്കാവുള്ള, ഇന്ന് കറണ്ട്, ഇലക്ട്രിസിറ്റി അതൊന്നും ഇല്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തില് എൻ്റെ അമ്മ ഇങ്ങനെ ഈ വിളക്ക് ഇങ്ങനെ മുഖത്ത് കൊണ്ടുവരും. അമ്മ ഏങ്ങി കരയാനിടയായി തീർന്നു. എങ്ങനെയോ വിളക്കണഞ്ഞതിന്റെ പേരില് എൻ്റെ പപ്പ ഒത്തിരി അടിയൊക്കെ കൊടുത്തിട്ട് ഉടുത്തിരുന്ന സാരിയുടെ ഏറ്റവും വാക്യകത്ത് തിരികെ കയറ്റി അമ്മയെ കൊല്ലാൻ നോക്കി, കഴുത്ത് ഞെരിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരാൾ കടന്നു വരികയും അമ്മ അന്ന് അത്ഭുതമായി രക്ഷപ്പെട്ടു. അമ്മയ്ക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ എന്റെ മരണം ഉറപ്പാ. അമ്മ എന്തെന്നറിയാവോ, പിറ്റേന്ന് തന്നെ അമ്മയുടെ വീട്ടിലേക്ക്, അമ്മച്ചിയുടെ വീട്ടിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അവിടെ കടന്നുപോയി. അവിടെ വെച്ച് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അതിനടുത്തൊരു പെന്തക്കോസ്ത് ചർച്ച ഉണ്ട്. അവിടെ 2 ദേവദാസിമാരുണ്ട്. ആ ദേവദാസിമാരോട് എൻ്റെ അമ്മ എപ്പോ കണ്ടാലും പറയും, സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ടോ എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം എന്നെ അടിച്ചത്, കണ്ടോ എന്നെ ഇടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയുള്ള മുറിവുകളും ചതവുകളൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ കരം പിടിച്ചു വെച്ച് എൻ്റെ അമ്മ കരയോ. എൻ്റെ അമ്മയുടെ കണ്ണുനീർത്തുള്ളികൾ ആന്റിമാരുടെ കരങ്ങളിൽ വീഴും. എന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ആത്മഹത്യ ചെയ്യോ, അല്ലെങ്കിൽ എൻ്റെ
ഭർത്താവ് എന്നെ കൊല്ലും, എനിക്ക് ആത്മഹത്യ ചെയ്യുവാൻ മനസ്സില്ല, പക്ഷെ എനിക്ക് ആ വീട്ടിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്റെ സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ കടന്നു വരും. അങ്ങനെ ഒരു ദിവസമായപ്പോൾ എൻ്റെ മമ്മി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 2.5 മാസമായി. അന്ന് ഇതുപോലത്തെ ഫോണോ സംവിധാനങ്ങളൊന്നും ഇല്ല. പപ്പ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോവുക. അന്നും പപ്പ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, നിൽക്കാൻ ബോധമില്ല, നന്നായിട്ട് വസ്ത്രം എടുക്കാൻ ബോധമില്ല, മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ഭ്രാന്തനെ പോലെ, പ്രാകൃതനെ പോലെ അമ്മയുടെ അടുത്ത് അവിടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി കടന്നു വരികയാ. അപ്പൊ അമ്മയ്ക്ക് 5 ആങ്ങളമാരുണ്ട്, അവരുമായിട്ട് വഴക്കായി, അടിപിടിയായി, തള്ളുമുന്തുവായി, നിലവിളിയായി. അങ്ങനെ അയൽവാസികളൊക്കെ വന്നുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല ഒരു പെന്തക്കോസ്ത് ചർച്ച ഉണ്ടെന്ന്, ആ ചർച്ചിൽ 2 ദേവദാസിമാർ ഈ വഴക്ക് കേട്ടപ്പോൾ അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കുടുംബത്തിനകത്തൊരു സമാധാനം കൊടുക്കണമേ, ഈ സഹോദരനെ ദൈവം തൊഴണമേ, ഈ സഹോദരനെ ദൈവം സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ദേവദാസിമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ വഴക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ പപ്പ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി വരുന്ന വഴിയിൽ അല്ലെങ്കിൽ ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്യാനിടയായി തീർന്നു. മഴ പെയ്തപ്പോൾ നനയാതിരിക്കാൻ വേണ്ടി പപ്പ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആന്റിമാർക്ക് ആരോ പുറത്ത് നിൽക്കുന്നത് തോന്നി അവർ വന്ന് നോക്കുമ്പോൾ എൻ്റെ പപ്പയായിരുന്നു. അപ്പൊ കയറി ഇരിക്കണം ബ്രദറെ എന്ന് പറഞ്ഞ് ബെഞ്ച് ഇട്ട് കൊടുത്ത് ഇരുന്നു. അപ്പൊ പപ്പ പറഞ്ഞു കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിച്ചു. കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ പപ്പയുടെ ശരീരത്തിനകത്തുള്ള പൈശാചിക ശക്തികൾ ഇളകാൻ തുടങ്ങി. ഏകദേശം 56 പേര് സ്പോട്ടിൽ പറഞ്ഞു. വെള്ളത്തിനെല്ലാം എടുത്ത് എറിഞ്ഞിട്ട് അവിടെ കിടന്ന് പരമ്പനെല്ലാം പായൊക്കെ വലിച്ചു കയറി. അങ്ങനെ ഭയങ്കരമായിട്ട് അമ്മ അട്ടഹാസം ഉണ്ടാക്കി. അപ്പൊ ഈ ആന്റിമാർ പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചേ ഈ ശരീരം വിട്ടുമാറ്, ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോഴല്ലാതെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. യേശുവിന്റെ നാമം പറഞ്ഞ് ശാസിച്ചപ്പോൾ പപ്പ നോർമലായി. ഉടനെ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിന്റെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പപ്പ അയ്യോ ഞങ്ങൾ ഹിന്ദുക്കളാണ്, കഴിഞ്ഞ ആഴ്ചയെ ഞങ്ങൾ മന്ത്രവാദം ചെയ്തതാണ്, മാത്രമല്ല എന്റെ സഹോദരൻ ഗുണ്ടയാണ്, അവൻ തല്ലിപ്പൊളിയാ, ഞങ്ങൾ തെറി വിളിക്കുന്നവരാ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ പെന്തക്കോസ്തുകാരെ ഇഷ്ടേയില്ല, പെന്തക്കോസ്തുകാരെ ഞങ്ങൾ വീട്ടിൽ പോലും അടുപ്പിക്കത്തില്ല. എന്റെ അപ്പച്ചൻ പറഞ്ഞു എവിടെ വേണോലും പോകാം, പക്ഷെ പെന്തക്കോസ്തിനകത്ത് പോകത്തില്ല. ഞങ്ങളുടെ വീടിനടുത്തൊരു പെന്തക്കോസ് ചർച്ച ഉണ്ട്, അവിടെ അന്ന് ഉപദേശി എന്നാ പറയുന്നത്, ഇന്നാണ് പാസ്റ്റർ. അവിടുത്തെ ഉപദേശിയെ പിടിച്ചു തള്ളി അവിടെ ഇരുന്ന് ഉണ്ടായിരുന്ന ബൈബിളിനെ എടുത്തെറിഞ്ഞ് അവിടെ നിന്ന് ട്രംപിനെയൊക്കെ തല്ലിപ്പൊട്ടിച്ച ഒരു വ്യക്തിയാണ് എന്റെ അപ്പച്ചൻ. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എവിടെ വേണോലും പോകാം, പെന്തക്കോസ്തി പോകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ എവിടെ പോകത്തില്ലെന്ന് പറഞ്ഞു അവിടെ ദൈവം കൊണ്ടുവന്നു. ഏത് കൈ കൊണ്ട് ബൈബിളിനെ വലിച്ചെറിഞ്ഞു അതേ കൈ കൊണ്ട് ബൈബിളിനെ ഉയർത്തിപ്പിടിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ആമേൻ. അങ്ങനെ ഈ പറഞ്ഞ വെള്ളിയാഴ്ച 2 സഹോദരിമാർ, അവർ നായർ സമുദായത്തിൽ രക്ഷിക്കപ്പെട്ട് കടന്നു വന്ന ആന്റിമാരാ. ആമേൻ. ഒരാൾ ഇന്നും ഉണ്ട്, ഒരാൾ മരണപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ആന്റിമാർ പറഞ്ഞ ആ ഡേറ്റില് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആമേ. പറഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആമേ. അന്ന് വരുമ്പോ ഞങ്ങളുടെ വീട് ഓലമേഞ്ഞ വീടും ചാണകം മെഴുകിയ തറയോ, നല്ലൊരു പാത്രമില്ല, നല്ലൊരു ഡോറില്ല, നല്ലൊരു എന്തുവാ ചെയറില്ല. അങ്ങനെയുള്ള വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയറില്ല. അന്ന് ഇരുമ്പിലെ ചെയർ, ഇരുമ്പ് കൊണ്ടുള്ള ചെയർ, ഇന്ന് ഫൈബർ, അന്ന് ഇരുമ്പ്. ആമേ. ഇരുമ്പിലെ ചെയറിനെ പൊട്ടിച്ചു ഒരു ഭാഗത്ത് കൂട്ടിയിരിക്കുന്നു. ഡോർ ഉണ്ടായത് ഡോറിനെല്ലാം ചവിട്ടി പൊട്ടിച്ച് ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നു. നിസ്സാരം പറഞ്ഞൊരു ഗ്ലാസ് പോലും നല്ലതില്ലാത്തൊരു വീട്. കുടിക്കാൻ ഒരു ഗ്ലാസ് നോക്കിയാൽ അതും പൊട്ടിപ്പൊളിഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാൽ കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് അങ്ങനെ എടുത്തെറിയുന്ന സ്വഭാവം. അങ്ങനെ ഒരു പാത്രമില്ല. അങ്ങനെയുള്ള വീട്ടിനകത്തേക്ക് 2 സഹോദരിമാർ ദേവദാസിമാർ കടന്നു വന്നു. പ്രാർത്ഥന തുടങ്ങി. ഏത് റൂമെന്നറിയാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ സെലക്ട് ചെയ്തത്? മന്ത്രവാദം നടന്ന കുഞ്ഞു റൂമിലെ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത്. പ്രിയപ്പെട്ടവരെ, അവർ നല്ല യൗവനപ്രായത്തിൽ അവർ കടന്നു വന്നത്. നല്ല യൗവനപ്രായത്തിൽ 3 കുടിയന്മാരുള്ള വീട്ടിലേക്ക് 2 യൗവനക്കാരിമാരായ സഹോദരിമാർ ഇന്നത്തെ കാലത്ത് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അന്നും നടക്കുന്നതല്ല. പക്ഷെ ഇന്ന് നിങ്ങളുടെ മറ്റേ ഈ സാക്ഷ്യം പറയണം എന്നുള്ളത് കൊണ്ട് ദൈവം അതങ്ങനെ ചെയ്തു. ദൈവത്തിനെല്ലാം മഹത്വം. അങ്ങനെ അവർ കടന്നു വന്നു. അവർ പ്രാർത്ഥന തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഡോറില്ല, ഒരു ബെഡ്റൂം ഇല്ല, ഡോറില്ലാത്ത വീട്ടിനകത്ത് ആ ദേവദാസിമാർ ഒരു സാരി കർട്ടന്റെ മറവിലിരുന്ന്, ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടിപ്പോയോ? സാരി കർട്ടന്റെ മറവിൽ ഇരുന്നു കൊണ്ട് അവർ പ്രാർത്ഥിച്ചു. എത്ര വർഷം എന്നറിയാം? 5 വർഷം. 5 വർഷം അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രക്തബന്ധമല്ല, കണ്ടുള്ള പരിചയം. ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയുണ്ടെന്ന് ആത്കത്ത് കത്തിയപ്പോൾ
കഴിക്കാൻ ആഹാരമില്ല, മദ്യപാനികളാണ്, തെറി വിളിക്കും. പക്ഷെ പിടിച്ചു നിന്നു അവര്. ആമേ. 5 വർഷം 5 മിനിറ്റ് പോലും ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ 5 വർഷം അവരവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അവിടെ നിന്ന്. പ്രിയപ്പെട്ടവരെ, 5 വർഷത്തിലെ പ്രാർത്ഥനയിൽ അവരുടെ വളർത്തുമകളായി വളരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എനിക്ക് അമ്മയും പപ്പയും അന്ന് വേറെ ഒരു പേരാ ഇട്ടിരുന്നത്. പക്ഷെ എൻ്റെ പേരിന് അവർ മാറ്റി സേഫ എന്നവർ പേരിട്ടു. സേഫ എന്ന് പേരിടുകയും 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ആമേൻ എന്നെ അവരുടെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് അവരിങ്ങനെ പറഞ്ഞു, ഇവളൊരു സുവിശേഷ പ്രാസംഗിയാകണം. എന്താ പറഞ്ഞേ? കുടിയന്റെ മകളെ നോക്കി ഒരു സാധ്യതകളും ഇല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇരിക്കുന്ന വീട്ടിൽ വന്നിട്ട് അവർ ആമേൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവളൊരു സുവിശേഷ പ്രാസംഗിയാകണം, ഇവൾ അനേകിടങ്ങളിൽ പോകണം, ഇവളുടെ ഫോട്ടോ അനേക നോട്ടീസുകളിൽ വരണം, ഇവർ അനേക സ്റ്റേജുകൾ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവരന്ന് എൻ്റെ പേര് മാറ്റി ഇങ്ങനെ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. പക്ഷെ അവർ പ്രാർത്ഥിച്ചത് പാഴായി പോയില്ല. അവരന്ന് എന്തു പറഞ്ഞുവോ, അവരെന്ന് എന്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു, അതേപോലെ പിൽക്കാലത്ത് എൻ്റെ അപ്പന്റെ വചനം ഉയർത്തിപ്പിടിച്ച് അനേക സ്റ്റേജുകളിൽ നിൽക്കുവാനും അനേക അഭിഷക്തന്മാരുടെ നടുവിൽ നിൽക്കാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. ആമേൻ. ആന്റി പറഞ്ഞതുപോലെ അനേക ഇടങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് നിർത്തുന്നു. എന്നോട് നിങ്ങളോടും ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്നല്ലെങ്കിൽ നാളെ നിവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു സുവിശേഷ പ്രാസംഗിയാകണമെന്ന് അവർ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. 5 വർഷം കഴിഞ്ഞ് അവർ വേറെ സ്ഥലത്തേക്ക് കടന്നുപോയി. 5 വർഷത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ എൻ്റെ പപ്പയുടെ ബ്രദറ് ആമേൻ ഒരു വലിയൊരു കേസിനകത്ത് അകപ്പെട്ട് പുള്ളിയുടെ ശരീരത്തിന് മേലുണ്ടാകുന്ന പൈശാചിക ശക്തി ഹനുമാന്റെ ശക്തിയാ. ഒരു മരത്തിൽ നിന്ന് മറ്റു മരത്തിലേക്ക് തലകീഴായി തൂങ്ങി ചാടാൻ വേണ്ടി നോക്കും. അപ്പൊ നമുക്ക് കണ്ടു നിൽക്കുന്നവർ പറയും ഇപ്പൊ തന്നെ തീരുമെന്ന്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇന്ന് കൃപയാൽ ഒരു ദൈവദാസനാണ്. ന്യൂ ഇന്ത്യ ചച്ചകോട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. അങ്ങനെ 5 വർഷത്തിന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ എൻ്റെ പപ്പയുടെ ബ്രദറ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവഭാഗത്തേക്ക് വന്നു. പിന്നെയും പപ്പ 2.5 വർഷം മദ്യപിച്ചു. അന്ന് എനിക്കൊന്നും, ഞാൻ 5ലും 6ലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. സമാധാനമില്ല. എപ്പോഴും അമ്മയെ അടിക്കുന്ന ഒരു പപ്പ. ഞാൻ പ്രസംഗിക്കുന്ന നാവുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പപ്പയൊന്ന് മരിച്ചെങ്കിലെന്ന്. ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, എൻ്റെ പപ്പയൊന്ന് വണ്ടി ഇടിച്ചെങ്കിൽ. കാരണം എപ്പോഴും അമ്മയെ ഉപദ്രവിക്കും, ഞങ്ങളെ ഉപദ്രവിക്കും. നല്ലൊരു ആഹാരം ഉണ്ടോന്നോ കഴിച്ചോന്നോ ഒന്നും ചോദിക്കത്തില്ല, ഉണ്ടാക്കി വെക്കുന്നതിനൊക്കെ തട്ടിക്കമത്തി കളയും. അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുകാലത്തിന്റെ അനുഭവങ്ങൾ വളരെ വേദനപ്പെടുത്തുന്നതാണ്. ഒരു വറുത്ത പപ്പടത്തിന് വേണ്ടിയും ഒരു വറുത്ത മീനിന് വേണ്ടിയൊക്കെ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. നല്ലൊരു ചെരുപ്പിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. കീറിയ വസ്ത്രം എത്രയോ വട്ടം സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയിട്ട് കൂട്ടുകാരികളൊക്കെ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പലതും പറയാനുണ്ടെങ്കിൽ ദൈവം ഞങ്ങളുടെ സ്ഥിതി മാറ്റി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ പപ്പ 2.5 വർഷം അപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്തത് കൊണ്ട് അമ്മ പറയും സന്ധ്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരിയും കോരിയൊക്കെ തന്നിട്ട് പറയും, മക്കളെ എങ്ങനെയാ പറയുന്നത്, ദുഷ്ടൻ എന്നാ പറയുന്നത്, ദുഷ്ടൻ വരാൻ സമയമായി, പോയി അപ്പുറത്തെ വീട്ടിൽ കിടക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ പോയി കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല. വാരി അടിക്കുന്ന പാത്രങ്ങളുടെ ശബ്ദവും ഏങ്ങി കരയുന്ന അമ്മയുടെ ശബ്ദവും ആ കാതി കേൾക്കുന്നത്. ഞാൻ കുഞ്ഞാണ്. എനിക്ക് അവിടെ നിന്ന് രാത്രി എഴുന്നേറ്റ് വന്ന് എൻ്റെ അമ്മയെ ഒന്ന് രക്ഷിക്കണമെന്ന്, എൻ്റെ പപ്പയെ ഒന്ന് പിടിച്ചു തള്ളണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കുഞ്ഞായതുകൊണ്ടും ഇരുട്ടാണ്, ആരും സഹായിക്കാനില്ല. അങ്ങനെ കമന്ന് കിടന്ന് തലയണയെ കണ്ണീര് കൊണ്ട് നനച്ചിട്ട് ചോദിച്ചൊരു ചോദ്യം, ദൈവമുണ്ടോ? ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണോ? ദൈവം എന്തോ എന്ന്. അമ്മയുടെ കണ്ണുനീര് കാണുന്നില്ല. ഇത്രയും ഞങ്ങളുടെ വീടിന്റെ ചുറ്റുമൊക്കെ ഭവനമുണ്ട്. അവരെല്ലാം എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് സന്തോഷം ഇല്ലേ എന്നൊക്കെ. അന്ന് യേശുവും ദൈവം ഒന്നും അറിയത്തില്ല. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കരഞ്ഞ് ഉറങ്ങുന്നത് വരെ അമ്മയുടെ കരച്ചിലെ കണ്ണുനീര അല്ലെങ്കിൽ കരച്ചിന്റെ ശബ്ദം ആ കാതുകളിൽ കേൾക്കുന്നത്. അങ്ങനെ കിടന്നുറങ്ങിയ ബാല്യകാലം. പക്ഷേ ദൈവം ഉണ്ടെന്ന് കാലങ്ങൾ തെളിയിച്ചു. 2.5 വർഷത്തിന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ, അല്ലെങ്കിൽ 2.5 വർഷമായപ്പോൾ എൻ്റെ പപ്പയും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഒരു ദിവസം 40 സിഗരറ്റ് വേടി 40ൽ കുറയാതെ വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആമെ കണ്ടാൽ ഇവര് 3 പേരും കൂടെ ഇറങ്ങി നിന്ന ഒറ്റ മനുഷ്യരെ അടുക്കത്തില്ല. അവിടുത്തെ ദേശം മുഴുവനും വിറപ്പിച്ച ഗുണ്ടകളും തല്ലിപ്പൊളികളും ആയിരുന്ന കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പരിശുദ്ധി ആത്മാവ് ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നു. അതിന്റെ നടുവിൽ നിന്ന് ദൈവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ അറിവോ ഒന്നും അല്ല. ഇന്നേക്ക് 35 വർഷത്തിന് മുന്നേ ദേവദാസിമാർ കൊടുത്ത വിലയുടെ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയണ്ടേ, അന്ന് അവർ കൊടുത്ത വിലയാ ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നതും ഇന്ന് ഈ രാജ്യത്തിലായിരിക്കുന്നതിന് പിന്നിൽ 35 വർഷങ്ങൾക്ക് മുന്നേ കണ്ണുനീരോടെ പട്ടിണിയോടെ ഉപവാസത്തോടെ
ഞാൻ നേരത്തെ പറഞ്ഞു രക്തബന്ധം ഒന്നുമല്ല. ആമേനെങ്കിലും കണ്ടുള്ള പരിചയം, പറഞ്ഞിട്ടുള്ള ഒരു പരിചയത്തിന്റെ പുറകെ മുമ്പിൽ അറിയാത്ത വീട്ടിൽ, അറിയാത്ത സാഹചര്യത്തിൽ അവർ ഞങ്ങളുടെ അടുക്കൽ വന്നു. ദൈവം അയച്ചു വന്നു. വിശ്വസ്തയോട് അവർ ഏൽപ്പിച്ച ദൗത്യം ചെയ്തു. അത് പാഴായി പോയില്ല. 2.5 വർഷത്തിന്റെ പ്രാർത്ഥനയ്ക്കൂടെ എന്റെ പപ്പയെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സിഗരറ്റ് വലി, വീടി വലി, എല്ലാ ദുശീലങ്ങളും നിർത്തി. എല്ലാം ഒന്നുപോലും ശേഷിക്കാതെ എല്ലാവരും ഈ പെട്ടകത്തിനകത്ത് കയറി കൃപയാൽ എല്ലാവരും ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒത്തിരി പാസ്റ്റർമാരുണ്ട്. ദൈവം ഞങ്ങളുടെ സ്ഥിതി മാറ്റി. ആമേൻ. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്താൽ മാന്യതകൾ ദൈവം നൽകി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പപ്പ വരുന്നത് കാത്തിരിക്കും ഒരു പൊതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പലഹാരം മേടിച്ചു കൊണ്ട് വരാൻ വേണ്ടി. അപ്പുറം ഇപ്പുറം ഉള്ള പിള്ളേർക്കൊക്കെ മേടിച്ച് പപ്പ കൊടുക്കുന്ന കാണുമ്പോൾ കൊതിച്ചിട്ടുണ്ട്. എൻ്റെ പപ്പ മേടിക്കും, പക്ഷെ വീട്ടിൽ വരത്തില്ല. പപ്പ കിടന്നുറങ്ങുന്നത് ഓടയിലും റോഡ് തിണ്ണയിലൊക്കെയാണ്. അങ്ങനെയുള്ള എൻ്റെ പപ്പയെ ഈ സുവിശേഷം, എൻ്റെ ക്രിസ്തു, എൻ്റെ യേശുപ്പച്ചൻ മാറ്റിമറിച്ചു. ദൈവം ഞങ്ങളുടെ സമാധാനം ഞങ്ങൾക്ക് നൽകി. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ, പലവട്ടം മരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷേ ഇന്നും കൃപയാൽ വാർദ്ധക്യത്തോടെ കിടക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ കുടുംബമായിട്ട് അവരും അനേകരോടത്ത് സുവിശേഷം പറയും, യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു സഭയും പണിയുവാൻ ദൈവം ഭാഗ്യം നൽകി. എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞല്ലോ, പെന്തക്കോസ്ത് ചർച്ചിൽ കയറി പാസ്റ്ററിനെ പിടിച്ചു തള്ളിയ വ്യക്തിയാണ്. പക്ഷെ അപ്പച്ചൻ 5 സെന്റ് സ്ഥലം ചർച്ചിന് വേണ്ടി വിട്ടുകൊടുത്തു. ഞങ്ങളുടെ മുറ്റത്ത് ചർച്ചായി. ഇന്നും ആ ചർച്ച ഉണ്ട്. അങ്ങനെ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനിയും സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ചുരുക്കമായിട്ട് പറഞ്ഞു. അങ്ങനെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ടും പലവട്ടം നേരത്തെ പറഞ്ഞ ശൗലിനെ പോലെ മാറിപ്പോയി. വിവാഹം കഴിഞ്ഞു. എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഒരു ദൈവവേല ചെയ്യണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒത്തിരി നല്ല നല്ല പ്രപ്പോസലുകളൊക്കെ വന്നപ്പോൾ ഞാനൊരു പാസ്റ്റർ, ദേവദാസനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ അതുപോലെ തന്നെ കിട്ടി. സന്തോഷത്തോടെയൊക്കെ മുന്നോട്ട് പോയി. എൻ്റെ ഹസ്ബൻഡ് ന്യൂ ഇന്ത്യ ചർച്ചിലെ ഒരു പാസ്റ്ററാണ്. തിരുവനന്തപുരം വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ച് ശുശ്രൂഷ ചെയ്യുന്നു. പുള്ളിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വിദേശത്ത് പോയതാ. വരാൻ 2 ആഴ്ചയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കിടന്നുകൊണ്ട് 7 എടുത്ത് കുടിച്ചു. പെട്ടെന്ന് 10 മണിക്ക് ഞങ്ങളോട് സംസാരിക്കുന്നു. 1 മണിയായപ്പോൾ ഞങ്ങൾ മരണവാർത്ത അറിയുന്നു. അതോടെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയൊരു ഷോക്കായി. കാരണം ആദ്യമായിട്ട് പോയത്, വരാൻ ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാത്തിരുന്നു. പക്ഷെ വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ഞങ്ങള് വിവാഹം കഴിഞ്ഞ് മൂത്തൊരു കുഞ്ഞായി. ഞങ്ങളുടെ ആശ്രയം മുഴുവനും ഇവരിൽ ആശ്രയിച്ച സഹോദരനെ പൈസയൊക്കെ അയച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങളൊരു പുതിയ പ്രവർത്തനമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരണപ്പെടുന്നത്. ചുരുക്കമായി പറഞ്ഞ, സഹോദരൻ മരിച്ച് 2 വർഷമായതും പപ്പയും മരണപ്പെട്ടു, പാസ്റ്ററിന്റെ പപ്പ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് തികഞ്ഞ പിന്മാറ്റക്കാരനാകാൻ കാരണം എങ്ങനെയാണ്? എൻ്റെ അനുജനെ രക്ഷിക്കാത്ത ദൈവത്തെ ഞാൻ എങ്ങനെ പ്രസംഗിക്കും? ഞാൻ എവിടെയെങ്കിലും ഒരു വിശ്വാസിയായിട്ടിരിക്കാം. പാസ്റ്റർ പണി നിർത്തിയെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ താടി മുടിയൊക്കെ വികൃതമായ മുഖമൊക്കെ ഷേവൊന്നും ചെയ്യാതെ നിരാശനായി വളരെ ദൈവത്തോട് മൽപ്പിടുത്തുമായിരുന്നു. ഞാൻ ഇനി ദൈവവേല ചെയ്യത്തില്ല, പാസ്റ്റർ പണി നിർത്തിയെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സഹോദരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞ് ദൈവം രക്ഷിച്ചില്ലെന്നുള്ള ആ ഒരു ചിന്ത ഉള്ളിനകത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇനി ദൈവവേല ചെയ്യത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ 3:30 മണി, ഒരു വെളുപ്പിന് 3:30 മണിയായപ്പോൾ ദൈവശബ്ദം കേട്ടു, നീ എന്റെ വേല ചെയ്യണം. അപ്പൊ പറഞ്ഞു, എങ്ങനെ ഞാൻ നിന്റെ വേല ചെയ്യും കർത്താവേ? നീ എന്റെ സഹോദരനെ രക്ഷിച്ചില്ലല്ലോ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അടുത്തൊരു ശബ്ദം, നീ എന്റെ വേല ചെയ്തില്ലെങ്കിൽ നിന്റെ മൂത്ത മകനെ തൊടുവെന്ന് പറഞ്ഞു. അങ്ങനെ തൊടുവെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് സ്വപ്നം ഒന്ന് ചിന്തിച്ചു. പക്ഷേ പെട്ടെന്ന് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് 2 ദിവസത്തിനകം അവൻ കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്തുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, തൊണ്ടയ്ക്കകത്ത് എന്തോ ഉണ്ടാകുന്നു, അഡ്മിറ്റ് ചെയ്യണം. 5 ദിവസമായി, 7 ദിവസമായിട്ടും കുറയുന്നില്ല. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനൊക്കെ ചെയ്തു, പക്ഷേ കുഞ്ഞിനൊരു വ്യത്യാസം. അവൻ ദിവസം ചെല്ലുന്തോറും ക്ഷീണിച്ചു, കണ്ണെല്ലാം ഇങ്ങനെ താന്നു, വല്ലാത്ത ലെവലായി. ഡോക്ടർമാർ പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ചുരുക്കമായി പറഞ്ഞാൽ 12:30 മണിയായപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുക. ആ 12:30 മണിക്ക് ആ ഹോസ്പിറ്റലിൽ വരാന്തയിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ. അപ്പൊ മനസ്സിലായി ഇത് ദൈവത്തിന്റെ കരമാണെന്ന്.
അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ വേല ചെയ്യാം, എൻ്റെ കുഞ്ഞിനെ നീ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ആ വരാന്തയിൽ നിന്ന് പ്രാർത്ഥിച്ചു, അവിടെ ഇരുന്ന് സമർപ്പിച്ചു. നിങ്ങൾ കേൾക്കണം, ആ സ്പോട്ടിൽ 4-5 ദിവസമായ കുഞ്ഞ് ഉറങ്ങിയിട്ട് അവൻ ഉറങ്ങി എഴുന്നേറ്റ് അവൻ പാല് കുടിച്ചു. അന്ന് ഡോക്ടർമാർക്ക് ഒരു അതിശയമായി, പിറ്റേന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുവാനിടയായി തീർന്നു. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് അകന്നു മാറിയിട്ടും ആമേൻ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന് കൃപയാൽ ഞങ്ങളായിരിക്കുന്ന ദേശത്ത് 14 വർഷം, ആമേ ഇപ്പൊ 14ാമത്തെ വർഷമാ ദൈവം നിർത്തി. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വചനം എങ്ങനെയാ? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. ഈ പകൽക്കാലം ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്നെ നിങ്ങളെയും വിളിച്ചത് കർത്താവാണ്. വിളിച്ചവര് വേണ്ടി അവസാന ശ്വാസം വരെ നിൽക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. സമയം അല്പം മുന്നോട്ട് പോയെന്ന് തോന്നുന്നു, ക്ഷമ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ചർച്ചിന്റെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് ക്ലാസ് എടുപ്പാൻ, ദൈവവചനം പ്രസംഗിപ്പാൻ കർത്താവിന്റെ ദാസിയെ ദൈവം കൂട്ടിവരുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താൻ ആ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ പ്രിയ കർത്താവിന്റെ ദാസി സഫയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കേണ്ടതിന്, ആ കുടുംബത്തെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം ചെയ്യട്ടെ, ദൈവം അത്ഭുതം ചെയ്യട്ടെ. ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ചുവല്ലോ, ദൈവം വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം തന്നെ സഹായിക്കേണ്ടതിന്, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് താൻ സ്കോട്ട്ലൻഡിലാണെങ്കിലും അവിടുന്ന് ജോയിൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം തന്നെ ശക്തമായി ആ ദേശത്ത് ഉപയോഗിപ്പാൻ ശുശ്രൂഷയുടെ പ്രാന്താവുകളൊക്കെ തുറന്ന് കർത്താവ് സഹായിക്കേണ്ടതിന്, കുടുംബമായി അവർ ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യും. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും, ഇന്ന് ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കേണ്ടതിന്, പ്രത്യേകിച്ച് ഈ ദേശത്ത് ഖത്തർ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാളെ കഴിഞ്ഞും പ്രത്യേക ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ. ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രിയിൽ കർത്താവേ, ദൈവം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവടയാക്കിയതോർത്ത് സ്തോത്രം. പ്രത്യേക ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവർ നാട്ടിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്നില്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കണം. ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച നല്ല വചനത്തിനായി, സാക്ഷ്യത്തിനായി സ്തോത്രം. പ്രത്യേക കർത്താവിന്റെ ദാസിയെ ദൈവം കർത്താവെ ശക്തമായി കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ദൈവവചനം എല്ലാവർക്കും, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, നിങ്ങളുടെ സഭയ്ക്ക് എല്ലാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ, സകലമാനും മഹത്വം അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രത്യേക ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസിയോടും എന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി. ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ച സിസ്റ്റർ സഫയ്ക്ക് അഗാപ്പെ ചർച്ച് ഖത്തറിന്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. നാട്ടിൽ നിന്നൊക്കെ പല പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ലേറ്റ് നൈറ്റ് ആയി പോയി എങ്കിലും നിങ്ങൾ ദൈവവചനം കേൾപ്പാനായി ജോയിൻ ആയല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. God bless you. Thank you.